അല്ലാ നിന്നിൽ തേടാ അല്ലാ നിന്നിൽ തേടാ നിന്നിൽ തേടാ. എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. വിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പരിശുദ്ധ സ്വലാത്ത് സമർപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വിശാലമായ ചരിത്രത്തിന്റെ ചില നഗ്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇങ്ങനെ കടക്കാം. അതെ, അല്ലാ നിന്നിൽ തേടാ അല്ലാ നിന്നിൽ തേടാ നിന്നിൽ തേടാ. അല്ലാ നിന്നിൽ തേടാ ഒന്നായി ഹുബ്ബിൽ പാടാ അല്ലാ നിന്നിൽ തേടാ ഒന്നായി ഹുബ്ബിൽ പാടാ അല്ലാ നിന്നിൽ തേടാ ഒന്നായി ഹുബ്ബിൽ പാടാ അല്ലാ നിന്നിൽ തേടാ ഒന്നായി ഹുബ്ബിൽ പാടാ. ഇലാഹിൽ ഹംദിൻ പുകൾ പാടിടാ ഈ റസൂലാം നൂറിൽ സ്വലാത്തോദിടാ. ഇലാഹിൽ ഹംദിൻ പുകൾ പാടിടാ ഈ റസൂലാം നൂറിൽ സ്വലാത്തോദിടാ. ഇറൈവൻ തഖ്താലേ കിസ ചൊല്ലിടാ മഹദിൻ പൊരുൾ തേടി ശുക്രോദിടാ. അല്ലാ നിന്നിൽ തേടാ ഒന്നായി ഹുബ്ബിൽ പാടാ അല്ലാ നിന്നിൽ തേടാ ഒന്നായി ഹുബ്ബിൽ പാടാ. ഇരുൾ വീണ നൂറ്റാണ്ടൊന്നിൽ ഇസ്ലാമിന് ഇസ്സത്തേറ്റി ഇലാഹിന്റെ തിരു സത്യ കൊടിയുമേന്തി ഇഹ പരവിജയങ്ങൾ ഇതാണെന്നു മോദി തങ്ങൾ ഇഹ സൗഖ്യ കൊട്ടാരത്തിൻ തറക്കു കുത്തി. മനുഷ്യൻ മനസ്സാലെ തിരിച്ചു വന്നു മഹിയിൽ കുഫർ തരിച്ചു നിന്നു. അല്ലാ നിന്നിൽ തേടാ ഒന്നായി ഹുബ്ബിൽ പാടാ അല്ലാ നിന്നിൽ തേടാ ഒന്നായി ഹുബ്ബിൽ പാടാ. അല്ലാ നിന്നിൽ തേടാ ഒന്നായി ഹുബ്ബിൽ പാടാ അല്ലാ നിന്നിൽ തേടാ ഒന്നായി ഹുബ്ബിൽ പാടാ. എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ലോകത്ത് ഈ പരിശുദ്ധ മതത്തെ പൂർത്തീകരിക്കാൻ ജഗന്നിയന്താവായ പടച്ച തമ്പുരാൻ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചു. ഏറെ പീഡനങ്ങളും താണ്ഡനങ്ങളും ഏറ്റുവാങ്ങി ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം വേദനാജനകമായ സംഭവങ്ങൾ സ്വയം ഏറ്റെടുത്ത് ഈ വിശുദ്ധമായ മതത്തെ ലോകത്ത് അവതരിപ്പിക്കുകയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിനംപ്രതി അനുയായികൾ കൂടിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ആ കാലഘട്ടത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറയാവുന്നത്. ഘട്ടം ഘട്ടമായി പ്രഗത്ഭരായ സഹാബി വര്യന്മാർ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ മക്കയിലെ എന്തിനും പോന്നവർ എന്ന് വിശേഷിപ്പിക്കാവുന്നവർ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് താഴ്ന്ന മനസ്സുമായി കടന്നു വരുന്ന ഒരു നല്ല അന്തരീക്ഷമാണ് പിൽക്കാലത്ത് കാണാൻ കഴിയുന്നത്. അങ്ങനെ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്റെ പ്രബോധനത്തിന്റെ ആദ്യ കേന്ദ്രമായ
ദാറുൽ അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ വീട്. സഫാ മലയുടെ താഴ്വാരത്ത് ഒരു കൊച്ചു ഈത്തപ്പനയുടെ ഓല കൊണ്ട് മെടഞ്ഞെടുത്ത ലോകത്തെ ആദ്യത്തെ മദ്രസയാണ് ദാറുൽ അർക്കം. ആ പാരമ്പര്യത്തിൽ നിന്നാണ് 10,000-ഓളം മദ്രസ വിശദമായ സമസ്തയുടെ കീഴിൽ വന്നത്. അപ്പോൾ അതിന്റെ പാരമ്പര്യം എന്ന വണ്ണം അതിന്റെ ആദ്യത്തെ മദ്രസ എന്ന് ലോകത്തെ വിശേഷിപ്പിക്കാവുന്ന ദാറുൽ അർക്കം, ആ ദാറുൽ അർക്കമിൽ പുണ്യനബി തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് ദീനീ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോഴാണ് വിശുദ്ധ മക്കയുടെ പട്ടണത്തിലൂടെ ഒരു മെലിഞ്ഞൊട്ടിയ മനുഷ്യൻ നേരെ ആ കാലഘട്ടത്തിന്റെ ലോകത്തെ ഏറ്റവും വലിയ കുടിലനും ദുരാഗ്രഹിയും അതുപോലെ തന്നെ ഏറ്റവും വലിയ ബലവാനുമായി ആ കാലം അംഗീകരിച്ച അബുൽ ഹക്കം എന്ന മക്കാർ വളരെ സന്തോഷത്തോടെയും അതുപോലെ തന്നെ വളരെ വിനയത്തോടെയും വിളിക്കുന്ന സാക്ഷാൽ അബൂജഹൽ, ആ അബൂജഹലിന്റെ വീട്ടിലേക്ക് ഒരു മനുഷ്യൻ നടന്നു പോകുന്ന രംഗം മക്ക കാണുന്നു. അയാൾ മെലിഞ്ഞൊട്ടിയ ഒരു മനുഷ്യനായിരുന്നു. അബുൽ ഹക്കം എന്ന അബൂജഹലിന്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. മക്കത്തുള്ള പലർക്കും ആ കാഴ്ച കാണാം, അറിയാം. ഇടയ്ക്കിടെ അബൂജഹലിന്റെ വീട്ടിലേക്ക് പോകും, നിരാശയോടെ കയറിപ്പോകും. അതിനേക്കാൾ വലിയ നിരാശയിൽ ഇറങ്ങിപ്പോകുകയും ചെയ്യും. ഇതൊരു വല്ലാത്ത ഒരു അനുഭവമായിരുന്നു മക്കയിൽ ഒരു ദിവസം, ഒരു കാലത്ത്. ഒരു ദിവസം ഈ മനുഷ്യൻ, അയാളുടെ പേര് ഇറാഷി എന്നാണ്, അയാൾ ഒരു ദിവസം നേരെ കഅബാലയത്തിലേക്ക് വരും. കഅബാലയത്തിൽ വരുമ്പോൾ അവിടെ അബൂജഹൽ ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ട്. ഉത്ബത്തുണ്ട്, ഷൈബ ഉണ്ട്, വലീദ് ഉണ്ട്, ഉസ്സ ഉണ്ട്, ഉബയ്യത്ത് ഉണ്ട്, ഉമയ്യത്ത് ഉണ്ട്, എല്ലാവരും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആ കാലത്തെ മക്കയിലെ പ്രഗത്ഭമതികളായ എല്ലാവരും വിശുദ്ധ കഅബാലയത്തിന്റെ മതാഫിന്റെ ഒരു ഭാഗത്ത് ഒന്ന് ചുറ്റും ഇരുന്നിട്ട് സൊറ പറയുന്ന ഒരു സമയത്ത് ഈ മെലിഞ്ഞൊട്ടിയ മനുഷ്യൻ നേരെ കഅബാലയത്തിന്റെ അടുക്കലേക്ക് വന്നു. കഅബാലയത്തിന്റെ അടുക്കൽ വന്നിട്ട് അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കൂട്ടുകാരനാണല്ലോ അബൂജഹൽ, അബുൽ ഹക്കം. അതെ, അയാൾ എന്നെ വല്ലാതെ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാനുള്ളത്. അവരെ എന്താ സംഭവം? ഇറാഷി എന്ന പാപം പറഞ്ഞു, നിങ്ങളുടെ ഈ നേതാവായ അബൂജഹൽ അഥവാ അബുൽ ഹക്കം ഞാൻ താമസിക്കുന്ന ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിലൂടെ ഒരിക്കൽ നടന്നുപോയി. എന്റെ അടുക്കൽ എന്റെ കുടുംബജീവിതത്തിനാകെ വരുമാനമുണ്ടാക്കിയ ഒരു നല്ല മുഴുത്ത ഒട്ടകമുണ്ടായിരുന്നു. അയാൾ ആ ഒട്ടകത്തെ വിൽക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ ആ ഒട്ടകത്തെ വിൽക്കാമെന്ന് പറഞ്ഞു. 80 ദിർഹമിന് അയാൾ ആ ഒട്ടകത്തെ എന്നിൽ നിന്ന് വാങ്ങി. എന്നാൽ ഇന്നവരെ അതിൽ നിന്ന് 1 രൂപ പോലും എനിക്ക് തന്നിട്ടില്ല. എന്റെ ഭാര്യ മക്കളാണെങ്കിൽ എന്നെ അത് വാങ്ങാതെ വീട്ടിലേക്ക് കടക്കരുത് എന്ന് പറഞ്ഞിട്ട് പുറത്താക്കിയിട്ടുണ്ട്. ഞാനിപ്പോ ഒരു വല്ലാത്ത പ്രയാസത്തിലാണുള്ളത്. അതുകൊണ്ട് നിങ്ങളൊന്ന് അത് വാങ്ങിത്തരുമോ എന്നാണ് ഈ ഇറാഷി എന്ന പാപം മനുഷ്യൻ അവരോട് ചോദിച്ചത്. ഉടനെ അവർ പരസ്പര കാതുകളിൽ എന്തോ ഒരു സ്വകാര്യം പറഞ്ഞു. സ്വകാര്യം പറഞ്ഞിട്ട് എല്ലാവരും ഇറാഷിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഏ മനുഷ്യ, എന്താ അങ്ങയുടെ പേര്? എന്റെ പേര് ഇറാഷി എന്നാണ്. എന്നാൽ ഇറാഷി, അബൂജഹലിനോട് ഇത് വാങ്ങിത്തരാനുള്ള കഴിവൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അതിന് മാത്രമുള്ള ഒരു അബൂജഹലിന്റെ മുന്നിൽ അതിന് മാത്രമുള്ള ഒരു ശാരീരിക പ്രയോഗം നടത്താനുള്ള ശേഷിയില്ല. പക്ഷേ അബൂജഹൽ പേടിക്കുന്ന ഒരാൾ ഈ നാട്ടിലുണ്ട്. അത് ഞങ്ങൊരു കൊച്ചു വീട് കണ്ടു, ദാറുൽ അർക്കം എന്നാണ് വീട്ടിന്റെ പേര്. ആ വീട്ടിനകത്ത് ഒരു മനുഷ്യനുണ്ട്, മുഹമ്മദ് എന്നാണ് എന്റെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യൻ ചോദിച്ചാൽ എന്തായാലും അബുൽ ഹക്കം ഈ സമ്പത്ത് തരും. കാരണം അബുൽ ഹക്കമിന് അയാളെ അത്രമാത്രം പേടിയാണ് എന്ന് ഇവര് ഒന്ന് ചെവിയിൽ സ്വകാര്യം പറഞ്ഞിട്ട് പാപം ഇറാഷിയോട് പറഞ്ഞു. ഇറാഷിക്ക് സന്തോഷായി. എന്നാൽ മക്ക പട്ടണത്തിൽ അബൂജഹൽ പേടിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ, മതി, ഞാൻ മൂപ്പരെ കണ്ടിട്ട് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ഇറാഷി വീണ്ടും കഅബാലയത്തിൽ നിന്നിറങ്ങി നടന്ന് തളർന്നിങ്ങനെ പോവായിരുന്നു പൊണ്ണിനെ പിന്നിട്ട്. അത് പാപമത്യന്തം ക്ഷീണിച്ച ഹാലാണ്, ഒരു വലിയ മാറ്റത്തിന് തണലില്ലാത്തടിയാണ്, കയ്യിൽ മണിയില്ലാത്തോനെന്ത് തുണയാണ്. അണപൊട്ടിയൊഴുകിയർപ്പാണ്, പാവമത്യന്തം ക്ഷീണിച്ച ഹാലാണ്,
തണിയില്ല തണലില്ല തടിയാണ്, കയ്യിൽ മടിയില്ലാത്തോരെന്ത് തുണയാണ്. ആ മനുഷ്യൻ നേരെ ദാറുൽ അർഖമിന്റെ മുന്നിൽ വന്നു, വാതിലിന് തട്ടി. അകത്ത് നിന്നൊരു സഹാബി വന്ന് വാതിൽ തുറന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ആ കൂട്ടത്തിലുണ്ട്. വാതിൽ തുറന്നു. ഈ മെലിഞ്ഞൊട്ടിയ മനുഷ്യൻ മെല്ലെ അകത്തോട്ട് കയറി പരിഭ്രമത്തോടെ 4 ഭാഗം ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തില് ആരാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ മുഹമ്മദ് എന്ന് ചോദിച്ചു. ഉടനെ പുണ്യനബി പ്രതിവചിച്ചു, അന മുഹമ്മദ് യാഹി, ഞാനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. എന്നിട്ട് എന്താ അങ്ങ് എന്തിനാ ഇവിടെ വന്നത്? അപ്പോൾ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ആ പാവം പറഞ്ഞു, അബുൽ ഹക്കം എന്റെ അടുക്കൽ നിന്ന് ഒട്ടകത്തെ കടം വാങ്ങിയിട്ട് ഇതുവരെ പൈസ തന്നിട്ടില്ല. ഞാൻ ആ സങ്കടം പറയാൻ അയാളുടെ സുഹൃത്തുക്കളുടെ അടുക്കൽ കഅബാലയത്തിലേക്ക് പോയി. അവര് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞാൽ അതെനിക്ക് കിട്ടും, നിങ്ങളെ മാത്രമേ അബുൽ ഹക്കമിന് പേടിയുള്ളൂ എന്നാണ്. അതുകൊണ്ട് എന്റെ കുടുംബത്തിന്റെ ആകെ ഒരു വരുമാനമാണത്. ഒന്നുകിൽ ഒട്ടകത്തെ തിരിച്ചു തരാൻ പറയാ, അല്ലെങ്കിൽ അതിന്റെ കാശ് എനിക്ക് തരാൻ പറയാ. നിങ്ങളെ കൊണ്ടേ അത് നടക്കൂ, അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്തു തരണം എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇറാശി പറഞ്ഞപ്പോ പരിശുദ്ധ റസൂൽ എഴുന്നേറ്റു അയാളുടെ കൂടെ പോകാൻ. അപ്പൊ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഒരു കാര്യം കൂടി അങ്ങ് അറിയണം. ഈ അബൂജഹൽ എല്ലാവരോടും പറയുന്ന ഒരു വർത്താനുണ്ട്, പുണ്യനബിയെ ഒറ്റക്ക് കിട്ടിയ തട്ടിക്കളിയും. പുണ്യനബിയെ നിങ്ങൾ ഒറ്റക്ക് കിട്ടിയാൽ തട്ടും 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 എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു വിവരം കെട്ട വൃത്തികെട്ട സാധനമാണ് അബൂജഹൽ. അതുകൊണ്ട് അങ്ങ് ഒറ്റക്ക് പോകരുത്, നിങ്ങൾ അങ്ങ് പോകാൻ പാടില്ല. നബി പറഞ്ഞു, എന്നോടൊരു മനുഷ്യൻ സങ്കടം പറഞ്ഞു, ആ സങ്കടം തീർത്തു കൊടുക്കേണ്ട ബാധ്യത എനക്കുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തായാലും അയാളുടെ കൂടെ പോയേ പറ്റൂ. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കൂടെ വരാം നബിയെ, അങ്ങ് ഒറ്റക്ക് എന്തായാലും പോണ്ട. ഒറ്റക്ക് കിട്ടിയ തട്ടിക്കളിയുമെന്ന് വീമ്പളൊക്കെ നടക്കുന്ന അബൂജഹലിന്റെ വീട്ടിലേക്കാണ് അങ്ങേക്ക് പോകേണ്ടത്, അതുകൊണ്ട് അങ്ങ് പോകാനേ പാടില്ലാന്നും. അപ്പൊ പുണ്യനബി പറഞ്ഞു, യാ ഇബ്നു ഖുഹാഫ, അയാൾ എന്നോട് സഹായം അഭ്യർത്ഥിച്ചതാണ്, ഞാൻ അയാൾക്ക് സഹായം ചെയ്തു കൊടുക്കണം, അത് അള്ളാഹു നൽകുന്ന ബാധ്യതയാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും പോയി വരും, കാരണം അള്ളാഹുവാണ് സംരക്ഷകൻ, എന്റെ റബ്ബെന്നെ സംരക്ഷിച്ചോളും. ഞാൻ ഏതായാലും മിറാഷിലൂടെ പോവാണെന്ന്. അപ്പോ അബൂജഹലിന്റെ കഥ എന്താ അറിയോ? അബൂജഹൽ ഇടക്കടേ പറയും, സുഹൃത്തുക്കളോട് അടക്കം പറയൂ, ഈ മുഹമ്മദിനെ എപ്പോ ആള് കൂടെ ഉണ്ടായിട്ടാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ കിട്ടിയാൽ ഞാൻ അപ്പ തട്ടിക്കളിയും, ഒരപ്പീലുമില്ല. അങ്ങനെ പറഞ്ഞു നടന്ന അബൂജഹൽ അന്ന് റസൂലുള്ളാഹി പോകാൻ നോക്കുമ്പോ വീട്ടിലുണ്ട് അബൂജഹൽ. അപ്പോഴും അബൂജഹൽ ഭാര്യയോട് പറഞ്ഞു, എടീ പിന്നുണ്ടല്ല ആ മുഹമ്മദില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂപ്പരെ കൂടെ ആളുണ്ടാകുന്നിട്ടാ, ഒറ്റക്കാണെങ്കിൽ ഞാൻ തട്ടും, ഉറപ്പ് ഞാൻ തട്ടും. അപ്പൊ ഭാര്യ പറഞ്ഞു, ഓ തട്ടുന്ന ആള് എത്ര കാലം മുഹമ്മദ് ഒറ്റക്ക് നടന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നൊന്നും നിങ്ങൾ തട്ടിയില്ലല്ല. അല്ല ഇപ്പൊ എനിക്ക് കണ്ടാൽ, ഇപ്പോഴാണല്ലോ പ്രശ്നം ഉണ്ടായത്, എനിക്ക് കണ്ടാൽ ഉറപ്പ് ഒറ്റക്ക് കിട്ടിയ തട്ടാണ്ട് തന്നെ കുലാർ പറഞ്ഞോണ്ടൊക്കെ വാതിലിന് തട്ടി. വാതിലിന് ആരോ തട്ടും. അബൂജഹൽ അകത്തുനിന്ന് ചോദിച്ചു, ആരാ പുറത്ത്? പുറത്താരാന്ന് വെച്ചു. ഉടനെ നബി പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ എന്ന് പറഞ്ഞു, ഞാൻ അബ്ദുല്ലാന്റെ മോനാണ്, മുഹമ്മദാണെന്ന് പറഞ്ഞു. ഉപ്പാന്റെ പേരാണ് പറഞ്ഞു കൊടുത്ത് മനസ്സിലാൻ വേണ്ടിയിട്ട്. അബൂജഹലിന്റെ ഭാര്യ അബൂജഹലിനെ നോക്കിയിട്ട് പറഞ്ഞു, വന്നിട്ടുണ്ട് ഒറ്റക്ക്. അബൂജഹൽ പറഞ്ഞു, ഒറ്റക്കാന്ന് ഉറപ്പ് ഞാൻ തട്ടും. അബൂജഹൽ മുറിയിൽ പോയി വാള് വലിച്ചൂരിയെടുത്തു. ഇത് മുഹമ്മദിന്റെ. അതുപോലെ സയനൈഡ് കലക്കുന്ന മുമ്പ് ഓർമ്മിച്ചോ? അപ്പൊ അബൂജഹലിന്റെ ഭാര്യ ബാക്കിൽ തന്നെ വെക്കുന്നുണ്ട്. അബൂജഹൽ ഒരു കയ്യിൽ വാളും പിടിച്ചിട്ട് വാതിലേക്ക് തുറക്കാണ്. എന്തിന്? മുഹമ്മദ് ഒറ്റക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒറ്റക്കാണ്, കഴുത്തങ്ങ് തട്ടിക്കളയാ. അബൂജഹൽ തട്ടുകയും ചെയ്യൂ ആ സമയത്ത്. കാരണം എല്ലാവരോടും വീമ്പിളക്കി, ഭാര്യ അടക്കം വീമ്പിളക്കിയതല്ലേ. അബൂജഹൽ വാതിൽ തുറന്നിട്ട് വാതിൽ പാളി വലിച്ചിട്ട് വാൾ ഉയർത്തിപ്പിടിച്ചിട്ട് ഒറ്റ വിളിയാണ്, ഏ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലമേ. പടവെട്ടിത്തഴമ്പൂറ്റ ജഹലത നിൽക്കുന്നു, പാവങ്ങൾ കത്താണി തിരുമേനി നോക്കുന്നു, പതറുന്നു പാദം ഇറാശി വീറക്കുന്നു, പരിഹാരം എന്താണെന്നാകെ പരതുന്നു, രോഷത്തിൻ രംഗമായി രോഷത്തിൽ രംഗമായി അണപൊട്ടിയൊഴുകും വിയർപ്പാണേ, പാവമത്യന്തം ക്ഷീണിച്ച ഹാലാണേ, തണിയില്ല തണലില്ല തടിയാണ്, കാര്യം മണിയില്ലാത്തോനെന്ത് തുണയാണ്. വാതിൽ തുറന്നിട്ട് വാൾ ഉയർത്തിപ്പിടിച്ച ഈ മനുഷ്യൻ വിളിക്കാൻ, ഇല്ല മുഹമ്മദേ. എന്നിട്ട് ആകെ ഒരു നിർത്തങ്ങനെ. അപ്പൊ പുണ്യനബി അബൂജഹലിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇയാളെ പരിചയമുണ്ടോ എന്ന് വെച്ചു.
ഇയാളെ അബൂജഹൽ ചോദിച്ചു ആരും ചോദിച്ചു. അപ്പൊ ഇയാളെ കാണുന്നില്ല. ഇറാശ് റസൂലുള്ളാഹിന്റെ ബേക്കിൽ പേടിച്ചിട്ട് ആകെ അത്രയുള്ള ഒരു മനുഷ്യൻ ഒളിച്ചപ്പോ റസൂലുള്ളാഹി മൂപ്പരെ പിടിച്ച് മുന്നിലാക്കിയിട്ട് ഇയാളെ ഇറാഷിക്കാകെ ബറബെന്ന് ഇപ്പം ബാളും കൊണ്ടല്ലേ വന്നിന്. ഇറാഷി ഇങ്ങനെ പറിച്ചു കാണും. ഇറാഷിയോട് അടുത്ത് വെക്കാൻ പറഞ്ഞു. നബി പറഞ്ഞു ഇയാൾ എനിക്ക് പരിചയമുണ്ടോ ചോദിച്ചു അബൂജഹലിനോട്. ഉണ്ട് മുഹമ്മദേ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയാൾ നിങ്ങൾ തമ്മിൽ നിങ്ങൾ ബാധ്യത ഉണ്ടോ ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചു. ഒരു ഒട്ടകം ഞാൻ വാങ്ങിയിട്ടുണ്ട്, പൈസ കൊടുത്തു വെച്ചു. ഇല്ല പൈസ കൊടുത്തിട്ടില്ല, കൊടുക്കുന്ന ഉദ്ദേശമില്ല ചോദിച്ചു. ഇപ്പൊ തന്നെ കൊടുക്കാന്ന് പറഞ്ഞു. അകത്ത് പോയി പണം ഇടുന്ന മരപ്പട്ടി എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് മുന്നിൽ വെച്ചിട്ട് ഇറാഷിയോട് പറഞ്ഞു ഫുള്ളായിട്ട് എടുത്തോ ലേശം അധികം എടുത്തോ പറഞ്ഞു. അപ്പൊ പുണ്യനബി ഇറാഷിയോട് പറഞ്ഞു നിങ്ങൾക്ക് എത്ര തരാനുള്ളത് കണക്കായിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇറാഷി ആകെ എടുക്കുന്നില്ല ബേജാറായിട്ട്. റസൂലുള്ളാഹി പറഞ്ഞു എടുത്തോളൂ. അബൂലഹബ് ഒന്നും ചെയ്യില്ല. ഇറാഷി എടുക്കുമ്പോൾ അബൂജഹൽ പറഞ്ഞു നല്ലോണം എടുത്തോ, ഇനി ബൈക്ക് വരണ്ടെന്ന് പറഞ്ഞു. ഇറാഷിക്ക് കണക്കായത് കൊടുത്തു. പുണ്യനബി ഇറാഷിനെ കൊണ്ട് തിരിച്ചു പോയി. ഒരു മിനിറ്റ് കഴിഞ്ഞില്ല ഉത്ബത്തും ശൈബത്തും വലീദും ഓടി അബൂജഹലിന്റെ പണ്ണുറ്റത്തേക്ക്. എന്നിട്ട് പറഞ്ഞു അല്ല പഹയ, ഒറ്റക്ക് കിട്ടിയ തട്ടും എന്നിട്ട് മുഹമ്മദിനെ നിങ്ങളുടെ മുന്നിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്ക് വരുത്തിക്കേണ്ട തട്ടിപ്പൊക്കെ ഞങ്ങൾ എടുത്തു. എന്നിട്ട് നിങ്ങളുടെ മുന്നിൽ ഒറ്റക്ക് വരുത്തിച്ചു. എന്നിട്ട് നിങ്ങൾ വാളെടുത്തിട്ട് നിങ്ങളെ കൂടി കവാത്ത മറന്നിട്ട് ഇങ്ങനെ നിൽക്കാണോ? അപ്പൊ പറഞ്ഞു എടാ നിങ്ങൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങള് മുഹമ്മദ് ഒറ്റക്കല്ല. അപ്പൊ അവര് പറഞ്ഞു പിന്നെ ആ ഈർക്കിൽ പോലത്തെ ഒരു മനുഷ്യനാ, അതിനെ ചുരുട്ടി പിടിച്ചിട്ട് സിസർ മിൽക്കും പോലെ വെക്കാല, അതിനെ പൊടിച്ചിട്ടാ അതല്ലല്ലോ, അതിനെ ഞാൻ കണ്ടിട്ടില്ല. അബൂജഹൽ പറഞ്ഞു അതിനെ ഞാൻ കണ്ടിട്ടില്ല, പിന്നെ കണ്ടത് വേറൊരു സംഭവം. മഹത്വം പലതുണ്ട് പറയുവാൻ അവർ മുന്നിൽ കഴിഞ്ഞില്ലൊരു ഖൗഫ് പിടിവായേ. മല പോലിരു ചുമലിരുന്നു അസദുകൾ മലർക്കെ പിളർന്നു വരവായേ. മഹത്വം പലതുണ്ട് പറയുവാൻ അവർ മുന്നിൽ കഴിഞ്ഞില്ലൊരു ഖൗഫ് പിടിവായേ. മല പോലിരു ചുമലിരുന്നു അസദുകൾ മലർക്കെ പിളർന്നു വരവായേ. വിറച്ചു ഇവൻ പാദം തുടിച്ചു, ഇവൻ ഹൃത്തും ധരിച്ചു, അവൻ മുന്നിൽ നിലവായേ. ചലിച്ചാൽ അത് കുതിച്ചിടുമെന്നു ശരീരത്തെ കടിച്ചു കുടയുമെന്നുറപ്പായേ. മഹത്വം പലതുണ്ട് പറയുവാൻ അവർ മുന്നിൽ കഴിഞ്ഞില്ലൊരു ഖൗഫ് പിടിവായേ. മല പോലിരു ചുമലിരുന്നു അസദുകൾ മലർക്കെ പിളർന്നു വരവായേ. അബൂജഹൽ പറഞ്ഞു പൊന്നാര മക്കളെ ഞാനായതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു, നിങ്ങളങ്ങ് അന്നേരം തന്നെ അറ്റാക്കായിട്ട് മരിച്ചു. അവര് പറഞ്ഞെന്തേ എടാ മുഹമ്മദ് ഒറ്റക്കല്ല വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്റെ മുന്നിൽ വന്ന് നിന്നപ്പോൾ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹൽ പറഞ്ഞു എന്റെ മുന്നിൽ വന്ന് നിന്നപ്പോൾ ഞാനൊന്ന് അനങ്ങിയാൽ എന്നെ കടിച്ച് കീറാൻ പാകത്തിൽ ഇരു ചുമലിലും രണ്ട് സിംഹങ്ങൾ ഇരിക്കാണ്, വാ പിളർന്നിട്ടായിരിക്കണത്. ഞാൻ അനങ്ങിയോ ചാടി എന്നെ കടിച്ചു കളയും. ആ ഒരു ബേജാറില ഞാൻ അലാക്കിൽ ഇങ്ങനെ നിന്നു. സത്യത്തിൽ അബൂജഹലിന് പെരടി ഉളുക്കിപ്പോയി അനങ്ങാൻ കഴിയുന്നത്. പിന്നെ കുറെ ദിവസം അബൂജഹലിനെ ബേക്കുന്ന ആരെങ്കിലും വിളിച്ചെങ്കിൽ അബൂജഹലിന് തിരിഞ്ഞു നോക്കാൻ കഴിയില്ല, സെറ്റടക്കം തിരിയണില്ല, നേരാൻ വേണം തിരിഞ്ഞു നോക്കാൻ കഴിയില്ല. കാരണം അള്ളാഹു നബി പറഞ്ഞല്ലോ 2 മലക്കുകൾ എന്റെ ചുമലിരുത്തിയും പടച്ച റബ്ബ്. അതാണ് റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് കൂടെ പറഞ്ഞത്, സംരക്ഷിക്കാൻ അള്ളാഹു ഉണ്ടല്ലോ, എന്റെ റബ്ബെന്നെ സംരക്ഷിക്കൂ. 2 ചുമലിലും 2 സിംഹങ്ങളെ മലക്കുകളെ അള്ളാഹു നിയോഗിച്ചു. സിംഹത്തിന്റെ കോലത്തില് അബൂജഹലിന്റെ നേരെ മുന്നിൽ വാ പിളർത്തി നിന്നപ്പോ ആ കാലഘട്ടത്തിന്റെ ശക്തനായ അബൂജഹൽ, ഭയങ്കര സാധന അബൂജഹൽ കേട്ടോ. ബദറിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അബൂജഹലിന്റെ ശക്തി അളക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരോട് അബൂജഹൽ പറഞ്ഞല്ലോ ഞാൻ ഒട്ടകത്തിന്റെ തോലിങ്ങനെ നിലത്ത് വിരിച്ചിട്ട് അതിന്റെ മേലെ കയറി നിൽക്കുക. ഒട്ടകത്തിന്റെ തോലിങ്ങനെ വിരിക്കുക. ലോകത്തെ ഏറ്റവും മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നൈസായ തോലാണ് ഒട്ടകത്തിന്റെ തോല്. അത് തിരിച്ചിട്ടാല് അപ്പോ അതിൽ നിന്നുള്ള നാരെടുക്കും. ഈ ഒട്ടകത്തിന്റെ തോലിൽ നിന്നുള്ള ഒരു നരമ്പെടുക്കലുണ്ട്. ആ നരമ്പെടുത്താല് നമ്മുടെ ശരീരം തുന്നാന് സർജറിക്ക് ശേഷം തുന്നുന്നത് ആ ഒട്ടകത്തിന്റെ തോല് വെച്ചിട്ട് നരമ്പ് വെച്ചിട്ടാണ് മുമ്പൊക്കെ. ഇപ്പം സാധനമൊക്കെ മാറി. അപ്പോ അത്രയും നൈസായ തോലിങ്ങനെ വിരിച്ചിട്ട് അബൂജഹലിന്റെ സെന്ററിൽ കയറി ഒറ്റ നിത്തട്ടുന്നു ഇങ്ങനെ ഒന്നു ഷാവിട്ടി പിടിച്ചിട്ട്. എന്നിട്ട് 40 പേര് 4 ഭാഗത്ത് നിന്ന് തോല് വലിച്ചു. ഇവനെ ഇളകിയില്ല, ഒറ്റ നിപ്പിനിട്ട് നിന്നു. അവസാനം ഇവൻ നിന്ന ഭാഗത്തെ തോല് കീറിയിട്ട് മറ്റുള്ള ആളുടെ കയ്യിലേക്ക് വന്നു. എന്നിട്ടും ഈ പഹയൻ അനങ്ങിയിൽ അത്ര ശക്തവാനാണ് അബൂജഹൽ. ആ അബൂജഹലാണ് റസൂലുള്ളാഹിന്റെ മുന്നിൽ കോലത്തിൽ നിൽക്കുന്നത്. സത്യത്തിൽ ഇറാഷിക്ക് കിട്ടേണ്ടത് കിട്ടി, അയാൾ അതും വാങ്ങിയിട്ട് പോയി. എന്നാൽ അബൂജഹൽ നാണം കെട്ട് തൊപ്പിയിട്ട് അതോടെ അബൂജഹലിന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലാത്ത പ്രതികാരമായി. അവിടെ നിന്ന് അങ്ങോട്ടാണ് അബൂജഹൽ വല്ലാണ്ട് പ്രതികരിക്കാൻ തുടങ്ങിയത്. അബൂജഹൽ ദാറുന്നദ്വ സമ്മേളന ഹാളിൽ ഒരു മീറ്റിംഗ് വിളിച്ചു. ഈ സംഭവം കഴിഞ്ഞ ഉടനെ ദാറുന്നദ്വ സമ്മേളന ഹാളിൽ മീറ്റിംഗ് വിളിച്ചു.
ആ മീറ്റിംഗ് വിളിച്ചിട്ട് ദാറുന്നദവ സമ്മേളനമാണ്. ദാറുന്നദവ അബൂ താലിബ് ഉണ്ടാക്കിയ വീടാണ്. റസൂലുള്ളാഹിന്റെ പിതൃവനായ അബൂ താലിബ് നിർമ്മിച്ച വീടാണ് ദാറുന്നദവ. അവിടെയാണ് ഖുറൈശികൾ സമ്മേളനം ചേരുക. ആ സമ്മേളനത്തിന് ഒറ്റ അജണ്ടയേ ഉള്ളൂ, ഒരൊറ്റ അജണ്ട. എന്താ അജണ്ട? മുഹമ്മദിനെ കൊല്ലുക. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദിനെ കൊല്ലുന്നവർക്ക് ഞാൻ 100 ചുവന്ന ഒട്ടകം സമ്മാനം തരുന്നു. ഒരേ കളറുള്ള 100 ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാല് അക്കാലത്ത് അപൂർവമായി കിട്ടുന്ന ഒരു സാധനമാണ് ഒട്ടകത്തിന്റെ കളർ കണ്ടാൽ നമുക്ക് ഒട്ടകം ഒരു പാവാന്ന് കാണുമ്പോൾ ഒരു പാവായിട്ടാ തോന്നാം. അമ്മലയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കൂ. പക്ഷെ ഭയങ്കര സാധനമാണ്. ഊനം അങ്ങനെ തന്നെയാണ്. അപ്പോ ഈ ചുവന്നൊട്ടകം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റാഹത്താവും. 4 പൗണ്ട് ഒന്നിച്ച് കിട്ടാന്നുണ്ടെങ്കിൽ അതിപ്പോ 100 എണ്ണായാലോ. അബൂജഹൽ പറഞ്ഞു 100 ചുവന്ന ഒട്ടകം ഞാൻ തരും. എന്തിന്? ഈ മുഹമ്മദിന്റെ തലയെടുത്താൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ ബാക്ക് എന്നൊരു ചെറുപ്പക്കാരൻ ചാടി എന്നിട്ട് ചോദിച്ചു, കാക്ക ഞാൻ ചെയ്താൽ എനിക്കും തരുമോന്ന് വെച്ചു. ഞാൻ ചെയ്താൽ എനിക്കും തരുമോ? ഷുവർ, നീ ചെയ്താൽ നിനക്കും തരും. ശരി എങ്കിൽ ഞാൻ ആ ദൗത്യം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദാറുന്നദവ സമ്മേളന ഹാളിൽ തല ഉയർത്തി നിന്ന് മറുപടി പറഞ്ഞ ചെറുപ്പക്കാരനാണ് പിൽക്കാല ലോക ചരിത്രത്തിന്റെ നായകൻ മഹാനായ ഉമറുൽ ഫാറൂഖ്. മക്കാമണൽ കാട് ഞെട്ടി വിറപ്പിച്ച ഖത്താബിൻ പൊന്മകനാണുമർ. ഹന്തമയെന്നോരെ അരുമക്കിടാവായ ആറ്റലാം മോനാണി പൊന്നുമർ. ആരും ഭയക്കുന്നതാണുമർ. മക്കാമണൽ കാട് ഞെട്ടി വിറപ്പിച്ച ഖത്താബിൻ പൊന്മകനാണുമർ. ഹന്തമയെന്നോരെ അരുമക്കിടാവായ ആറ്റലമോനാണി പൊന്നുമർ. ആരും ഭയക്കുന്നതാണുമർ. ശൈശവം പിന്നിട്ടു നാട്ടിൻ പുറങ്ങളിൽ ശക്തനായി വിലസുന്നുണ്ടീയുമർ. ശൈശവം പിന്നിട്ടു നാട്ടിൻ പുറങ്ങളിൽ ശക്തനായി വിലസുന്നുണ്ടീയുമർ. ചന്തക്കടങ്ങളിൽ ചാഞ്ചല്യമാടുന്ന ചർച്ചയേതാവണിയുമർ. ചന്തക്കടങ്ങളിൽ ചാഞ്ചല്യമാടുന്ന ചർച്ചയിൽ നേതാവണിയുമർ. മക്കാമണൽ കാട് ഞെട്ടി വിറപ്പിച്ച ഖത്താബിൻ പൊന്മകനാണുമർ. ഹന്തമയെന്നോരെ അരുമക്കിടാവായ ആറ്റലാം മോനാണി പൊന്നുമർ. ആരും ഭയക്കുന്നതാണുമർ. അബൂജഹലിനോട് ഏ കാക്ക എനിക്കും ഞാനാണെങ്കിൽ എനിക്കും തരുമോ എന്ന് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം കുടുംബപരമായി അബൂജഹലിന്റെ മരുമകനാണ് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. കുടുംബപരമായി അബൂജഹലിന്റെ പെങ്ങളായിട്ട് വരും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഹന്തമ. ആ ഹന്തമയുടെ മകനായതുകൊണ്ട് തന്നെ ഇയാളൊരു കാരണവറായിട്ട് വരിക. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, ആ ദൗത്യം ഞാൻ എടുത്താൽ നിങ്ങളുടെ 100 ചുവന്നൊട്ടകം എനിക്ക് തരുമോ? അപ്പൊ പറഞ്ഞു, ആര് ചെയ്താലും തരുന്നു, നീ ആയാൽ നിനക്കും തരും. ശരി എങ്കിൽ ഞാൻ ആ ദൗത്യം ഏറ്റെടുക്കാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു ദാറുന്നദവി അങ്ങോട്ട് ഇറങ്ങാൻ വാൾ എടുത്തിട്ട് ഓരിപ്പിടിച്ച വാൾ. ആ വാളുമെടുത്ത് ഇറങ്ങി നേരെ നടക്കുമ്പോ എന്തായാലും ഭയങ്കര ചിന്തയിലുള്ളത്, ഇന്നോടെ മുഹമ്മദിന്റെ തലയെടുക്കണം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആ ശല്യം മക്കയിൽ ഉണ്ടാവരുത്. ഈ ഒരു വല്ലാത്ത ഒരു മാനസിക അവസ്ഥയുമായിട്ടാണ് മൂപ്പര് നടന്നു പോണത്. നടന്നിങ്ങനെ പോകുമ്പോ സഫാ മലയുടെ മറുഭാഗത്തുള്ള ഒരു പാറിന്റെ ചോട്ടിലൂടെ നടക്കാണ്. അപ്പോഴാണ് പാറപ്പുറത്തുനിന്ന് ഒരു ചെറുപ്പക്കാരൻ ചാടി താഴേക്ക് വീണു. ഉമറിന്റെ വരവ് കണ്ടിട്ട് ഉമറിന്റെ നേരെ നടന്നു. റളിയല്ലാഹു അൻഹു നടന്നു. നുഐം ഇബ്നു അബ്ദുല്ലയാണ് ആ ചെറുപ്പക്കാരൻ. നുഐം ഇബ്നു അബ്ദുല്ല ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നു. വല്ലാത്ത പോക്കാണല്ലോ ഉമറേ, എങ്ങോട്ടായി പോണെന്ന് വെച്ചു. അന്നേരം പറഞ്ഞു, ഞാൻ തലയെടുക്കാൻ പോകണമെന്നു. തലയെടുക്കാനോ? എന്തേ, ആരെ തലയെടുക്കാനാണ്? ഞാൻ മുഹമ്മദിനെ തലയെടുക്കാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ തലയെടുക്കാൻ പോകണമെന്നു. അപ്പൊ പറഞ്ഞു, ഏത് മുഹമ്മദ്? അന്നേരം പറഞ്ഞു, അറിയില്ലടോ, പുത്തൻവാദിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇന്നൊരു സംഗതി എടുക്കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ചെയ്തിടുവാനായി ഞാനിത ധൃതിയിൽ ഉണ്ടൊരുവനായൊരു മുഹമ്മദ് തൻ തല കൊയ്തിടുവാ ഉണ്ട് പ്രിയേ ഇന്നൊരു സംഗതി ചെയ്തിടുവാനായി ഞാനിത ഹൃദയിൽ ഉണ്ടൊരുവൻ ആയൊരു മുഹമ്മദ് തന്തല കൊയ്തിടുവാ അല്ല ഇതെന്തൊരു കഥയാ അങ്ങീ നാട്ടിലെയോ താവല്ലേ അഹിലുകളെ നന്നാക്കിയിട്ടത് ചെയ്താൽ പോരുമരേ ഉണ്ട് പ്രിയേ ഇന്നൊരു സംഗതി ചെയ്തിടുവാനായി ഞാനിത ധൃതിയിൽ ഉണ്ടൊരുവനായൊരു മുഹമ്മദ് തൻ തല കൊയ്തിടുവാ നുഅയ്മ ഇബ്നു അബ്ദുല്ലയോട് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ മുഹമ്മദിനെ തലയെടുക്കാൻ പോവാണ്. ഏത് മുഹമ്മദ്? പുത്തൻവാദിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുതിയ മതത്തിന്റെ ആവിർഭാവവുമായി ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ആ മനുഷ്യന്റെ തലയെടുക്കാൻ പോവാണ് ഞാൻ. അപ്പൊ നുഅയ്മ ഇബ്നു അബ്ദുല്ല ചിരിച്ചോണ്ട് പറഞ്ഞു, എന്തൊരു വിവരക്കേടാ ഉമറെ നീ കാട്ടുന്നു വെച്ചു. അപ്പൊ എന്താ വിവരക്കേട്? എടാ ഉമറെ, നിങ്ങളെങ്ങാനും മുഹമ്മദിന്റെ തല വെട്ടിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശ് ഗോത്രത്തിൽ മറ്റ് ആൺകുട്ടികൾ ഇല്ലാതിരിക്കണം, ഹാശിമി വംശത്തിൽ ആൺകുട്ടികൾ ഇല്ലാതിരിക്കണം പ്രതികാരം ചെയ്യാൻ. അവിടെ ഹംസയുണ്ട്, ആരിസ് ഉണ്ട്, കുട്ടിയാണെങ്കിലും അലിയാരുണ്ട്, അവരൊക്കെ നിന്നോട് പ്രതികാരം ചെയ്യൂലേ? അപ്പൊ പറഞ്ഞു, ഒരാളെയും എനിക്ക് പേടിയില്ല, ഒരാളെയും പേടിയില്ല, ഞാൻ ഈ തലയെടുക്കാൻ തന്നെ പോകണം. നുഅയ്മ ഇബ്നു അബ്ദുല്ല പരമാവധി പിന്മാറ്റാൻ വേണ്ടി പറഞ്ഞതാ. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോ നുഅയ്മ ഇബ്നു അബ്ദുല്ല അടുത്ത വെടി പൊട്ടിച്ചു. എന്നാലും ഹേ ഉമറേ, നിൻ സോദരി കുടുംബത്തെ നന്നാക്കിയിട്ട് പോരടോ. കൂടെ അവളുടെ സൗജും ഇന്ന് ഉണ്ടായ സംഭവമെല്ലാം അന്നവരോദിടുവോ. ഹേ ഉമറേ, നിൻ സോദരിയും കൂടെ അവളുടെ സൗജും ഇന്ന് ഉണ്ടായ സംഭവമെല്ലാം അന്നവരോദിടുവോ. ഇതു കേട്ട് കൽബിൽ തിങ്ങും കോപവുമായി പോയിടും ഉമർ. ഇതു കണ്ട് നുഅയ്മന്ന് പിന്നിൽ ചിരിത്തിടുമേ. ഉണ്ട് പ്രിയേ ഇന്നൊരു സംഗതി ചെയ്തിടുവാനായി ഞാനിത ധൃതിയിൽ ഉണ്ടൊരുവനായൊരു മുഹമ്മദ് തൻ തല കൊയ്തിടുവാൻ. പേടിപ്പിച്ചു നോക്കി. ആദ്യം പ്രതികാരം ചെയ്യാൻ ആൺകുട്ടികൾ അപ്പുറത്തുണ്ട്, അതൊന്നും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വില പോയില്ല. അപ്പോഴാണ് അടുത്ത പടി നുഅയ്മ ഇബ്നു അബ്ദുല്ല പൊട്ടിച്ചത്. അവര് പറഞ്ഞു, എന്നാൽ നീ ശുദ്ധ വിഡ്ഢിയാണ്. ഉമർ റളിയല്ലാഹു പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എന്താ കാരണം എന്ന് വെച്ചു. സ്വന്തം കുടുംബത്തെ നന്നാക്കിയിട്ട് പോരെ നാട്ടുകാരെ നന്നാക്കാൻ വെച്ചു. കുടുംബത്തെ നന്നാക്കിയിട്ട് പോരെ നാട്ടുകാരെ നന്നാക്കല്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു കോപം കൊണ്ട് നുഅയ്മ ഇബ്നു അബ്ദുല്ലയോട് ചോദിച്ചു, നീ പറഞ്ഞതിന് അർത്ഥം എന്താടോ? എന്റെ കുടുംബക്കാർ എന്ത് വിവരക്കട കാണിച്ചത്, എന്ത് വൃത്തികട എന്റെ കുടുംബക്കാർ കാണിച്ചത്? അപ്പൊ പറഞ്ഞു, അറിയില്ലല്ലേ, സഹോദരി ഫാത്തിമാന്റെ അടുക്കൽ പോ, വിവരം അവിടെ നിന്ന് തിരിയും. എന്താത്? നീ തലയെടുക്കാൻ പോകുന്ന മുഹമ്മദിന്റെ മതം വിശ്വസിച്ചിട്ടുണ്ട് നിന്റെ സഹോദരി ഫാത്തിമയും നിന്റെ സഹോദരി ഭർത്താവ് സയ്യിദും. ആദ്യം അവരെ നന്നാക്കുമറേ, എന്നിട്ട് മതി മുഹമ്മദിന്റെ തലയെടുക്കാൻ. നുഅയ്മ ഇബ്നു അബ്ദുല്ല അത് പറഞ്ഞപ്പോ മഹാനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി വാളുമായി ഇറങ്ങിത്തിരിച്ച ഉമർ റളിയല്ലാഹു അൻഹു നുഅയ്മിനോട് താക്കീത്. ആ വാൾ ഇങ്ങനെ നുഅയ്മിന്റെ നെറ്റിൽ തൊട്ടി പിടിച്ചിട്ട് പറഞ്ഞു, നുഅയ്ം, നീ പറഞ്ഞ സത്യമല്ലെങ്കിൽ ഞാൻ എന്റെ പങ്ങളെ വിട്ടു പോവാൻ, തിരിച്ചു വരും ഞാനിവിടെ. മുഹമ്മദിന്റെ തലയെടുക്കുന്നതിന്റെ മുമ്പ് നുഅയ്മ ഇബ്നു അബ്ദുല്ലയുടെ തല ഞാൻ വെട്ടിക്കളയും, ചങ്ങാതിയാന്ന് ഞാൻ നോക്കൂലാറ്. അപ്പൊ നുഅയ്മ ചിരിച്ചോണ്ട് പറഞ്ഞു, പോയി നന്നാക്കിയിട്ട് വാ, പോയി നന്നാക്കിയിട്ട് വന്നു. 3 വട്ടം ആവർത്തിച്ചു, പോ പെങ്ങളെയും അളിയനെയും നന്നാക്കിയിട്ട് വാ ഉമറേ, എന്നിട്ട് മതി നാട്ടുകാരെ നോക്കാൻ പറഞ്ഞു. ഒരു ഓട്ടാണ് സ്വന്തം വീട്ടിലേക്ക്, സ്വന്തം പെങ്ങളുടെ വീട്ടിലേക്ക്. പെങ്ങളുടെ വീട്ടിലെത്തുമ്പോ ആ ചെറ്റപ്പരയുടെ വാതിലടച്ചു പൂട്ടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിന്റെ മുറ്റത്തെത്തുമ്പോ അകത്തുനിന്ന് എന്തോ ഒരു ചെറിയൊരു ശബ്ദം അങ്ങനെ കേൾക്കാൻ. അപ്പൊ വിശുദ്ധ ഖുർആൻ ഓതാണ്. ഖുബൈബ് റളിയല്ലാഹു അൻഹു അതിന്റെ അകത്തുണ്ട്, സയ്യിദിനും ഫാത്തിമക്കും ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ. അപ്പോ ആ ശബ്ദം പുറത്തേക്ക് കേട്ടു ഉമർ റളിയല്ലാഹു അൻഹു ഡോറിന് 2 അടി അങ്ങോട്ട് കൊടുത്തു. ഡോറിന് 2 അടി കൊടുത്തപ്പോ അകത്തുനിന്ന് സയ്യിദ് ചോദിച്ചു, ഫാത്തിമയുടെ ഭർത്താവ് ചോദിച്ചു, ആരാ പുറത്തെന്ന് വെച്ചു. ആരാ പുറത്ത്? ഈ ദേഷ്യം വന്ന ഉമർ റളിയല്ലാഹു അൻഹു ഉമർ എന്ന് പറയില്ല, ഞാൻ ഉമറാന്നല്ല പറയാം. അപ്പൊ പേരങ്ങോട്ട് മാറ്റിയിട്ട് ദേഷ്യം വന്ന പറയല് ഇബ്നു ഖത്താബ് എന്നാ പറയാം. ഞാൻ ഖത്താബിന്റെ മോനാന്ന് പറയും. ഖത്താബിന്റെ മോനാ ഞാൻ.
അങ്ങനെ പറയാനോ കാരണമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് വല്ലാത്ത ഒരു ശൗര്യം കൂടുതലുള്ള മനുഷ്യനായിരുന്നു. ഉമർ തന്നെ പറയുന്നുണ്ട്, എന്നെ വല്ലാണ്ട് അടിക്കുമായിരുന്നു. അപ്പോ അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പറയാം. അപ്പോ ഞാൻ ഇബ്നു ഖത്താബാണെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ആണെന്ന് കേട്ടപ്പോ ഖുർആൻ എഴുതിയ പലക ഒളിപ്പിച്ചു ഫാത്തിമയും സയ്യിദും. ഓതിക്കൊടുക്കാൻ വേണ്ടി വന്ന ഖുബൈബ് റളിയല്ലാഹു അൻഹു മുറിയുടെ മറ്റൊരു മൂലയിൽ ഇരുണ്ട റൂമിൽ പോയിട്ട് അനങ്ങാണ്ട് ഒളിച്ചിരുന്നു. ഫാത്തിമ ഒന്നും അറിയാത്ത പോലെ വാതിൽ തുറന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഈ വാള് ഉറയിലിട്ടിട്ട് അകത്ത് കയറി ഇങ്ങനെ നോക്കി, ഒരു ചെക്ക് ചെയ്യില്ല മൊത്തം. എന്നിട്ട് ചോദിച്ചു, ഒന്നും കാണുന്നില്ല. അപ്പൊ ചോദിച്ചു, അല്ല ഇവിടെ നിന്ന് ഞാൻ കയറി വരുമ്പോൾ ഒരു ശബ്ദം കേട്ടല്ലോ ഫാത്തിമ, എന്താ ശബ്ദം എന്ന് വെച്ചു. ഒന്നും കേട്ടിട്ടില്ലല്ലോ. ഉമറിന് തോന്നിയതാവുന്നു. അല്ലല്ല, എന്തോ നിങ്ങൾ പാരായണം ചെയ്യുന്ന പോലെ ഞാൻ കേട്ടല്ലോ. നീ മുഹമ്മദിന്റെ മതം വിശ്വസിച്ചോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇത് ചോദിച്ചപ്പോ ഫാത്തിമ ഒന്ന് പരിങ്ങി പെങ്ങള്. പെട്ടെന്ന് മറുഭാഗത്ത് പുതിയാപ്പിള സയ്യിദ് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, അതിനെന്താ സംശയം, അതാണ് സത്യത്തിന്റെ മതം. ആ സത്യത്തിന്റെ മതം ഞാനും നിന്റെ പെങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. പുതിയാപ്പന്റെ മോന്ത നോക്കിയിട്ട് ആ അടിയിൽ തന്നെ പാപം സയ്യിദ്, ദുർബലനായ സയ്യിദ് നിലത്ത് വീണുപോയി. നിലത്ത് വീണപ്പോ കയറിയിരുന്നു നെഞ്ചത്ത്. അടിയോടടിയാണ്. ഫാത്തിമ കൈ പിടിച്ചു വെക്കാൻ വേണ്ടി വന്നു. ഫാത്തിമയെ തള്ളി മാറ്റി. എന്നിട്ട് വീണ്ടും അടിച്ചു. അപ്പൊ സയ്യിദ് വിളിച്ചു പറഞ്ഞു, വല്ലാഹി നീ എന്നെ മർദ്ദിച്ചാലും ഈ മതം വിട്ട് ഞാൻ പിന്മാറില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ ഫാത്തിമ ശോകത്തിൽ വിണ്ടാരോ, അടിപെട്ട് കൊത്തിപ്പൂടിത്താരോ, അണിച്ചോരയിൽ മുങ്ങിക്കുളിച്ചാരോ, പിടിവിട്ടളിയരിൽ നിന്നാരോ, പിന്നെ ഫാത്തിമ ശോകത്തിൽ വിണ്ടാരോ. കൊത്തി നുറുക്കി നീ കഷ്ണമാക്കിയാലും, കൊത്തിയരിഞ്ഞു നീ തിന്നാൻ തൂനിഞ്ഞാലും ഞെട്ടറ്റു പോവില്ല കൃത്തിനൊരിക്കലും. കുത്തിക്കളയാൻ കഴിയില്ലയോർക്കലും. കൊന്നോടു നീയും തിന്നോടു, കൊന്നോടു നീയും തിന്നോടു. അടിവെട്ട് കൊത്തിപ്പൊടിത്താരോ, അണിച്ചോരയിൽ പൊങ്ങിക്കുഴിച്ചാരോ, പിടിവിട്ടളിയരിൽ നിന്നാരോ, പിന്നെ ഫാത്തിമ ശോകത്തിൽ വിണ്ടാരോ. സയ്യിദിനോട് പറഞ്ഞു, എന്നാ നിന്റെ ഒടുക്കത്തെ ദിവസം ഇതെന്നോ? എന്റെ പെങ്ങള് ഭർത്താവില്ലാണ്ട് ജീവിച്ചാൽ തർക്കടില്ല, നിന്റെ അവസാന ദിവസം. ഉറയിലുള്ള വാളങ്ങ് വലിച്ചൂരി. അടുത്ത സെക്കൻഡ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തല വേർപെട്ട് കിടക്കുമെന്നറിയാം ഫാത്തിമക്ക്. ഫാത്തിമ എന്ന പാപം പെണ്ണ് ഓടി വന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അയാളെ കൊല്ലണമെങ്കിൽ ആദ്യം എന്നെ കൊല്ലേണ്ടി വരും. നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി ഫാത്തിമാനെ കൊല്ല്, എന്നിട്ട് മതി ഉമറേ അളിയനായ സയ്യിദിനെ കൊല്ലുക. കാരണം ഈ മതം വിശ്വസിച്ചത് നിന്റെ അളിയനായ എന്റെ ഭർത്താവായ സയ്യിദ് മാത്രമല്ല, പെങ്ങളുണ്ട് എന്നാണ്. അപ്പൊ ഫാത്തിമാൻ ഒന്നും കൂടെ തട്ടി. ഫാത്തിമാനെ തട്ടിയിട്ട് പറഞ്ഞു, ഇവനാണ് നിന്നെ വഴിപഴിപ്പിച്ചത്, സയ്യിദാ നിന്നെ വഴിപഴിപ്പിച്ചത്. ഫാത്തിമ ഓടി വന്ന് രണ്ടാമത് കൈ പിടിക്കാൻ നോക്കുമ്പോ വാളൊന്ന് പൊക്കിയതാണ്. ആ പൊക്കിയ വാൾ ഫാത്തിമാന്റെ നെറ്റിയിൽ കൊണ്ടു. നെറ്റി അങ്ങനെ തന്നെ പിളർന്നു. നെറ്റി പിളർന്നിട്ട് അങ്ങോട്ട് ചോരൊലിക്കാൻ തുടങ്ങി. ചോര അങ്ങോട്ട് ഒലിക്കാൻ തുടങ്ങിയപ്പോ ഫാത്തിമ കൈകൊണ്ട് ചോര അങ്ങനെ പൊത്തിപ്പിടിച്ചു. ആ ചോര മാറിലൂടെ ഒഴുകാൻ തുടങ്ങിയപ്പോ വാളുകൊണ്ട് മുറിഞ്ഞ ഫാത്തിമാന്റെ ചോര കണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൽബൊന്ന് പെട്ടെന്ന് തണുത്തു. വാളവിടെ വലിച്ചെറിഞ്ഞ് ചാടി എഴുന്നേറ്റു. ഫാത്തിമാന്റെ നെറ്റി പിടിക്കാൻ വേണ്ടി വന്നപ്പോ പറഞ്ഞു, തുടരുത് ഉമറെ, നീ തൊട്ടുപോകരുത്. നീ എന്നെ ഈ മതം വിശ്വസിച്ചത് കൊണ്ടാണ് നീ എന്നെ കൊല്ലാൻ ഉദ്ദേശിച്ചതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കൊല്ലാൻ ഉദ്ദേശിച്ചതെങ്കിൽ കൊന്നോളൂ നീ, എന്നിട്ട് നീ കഷ്ടമാക്കി തിന്നോളൂ. എന്നാലും ഈ വിശുദ്ധ മതത്തിൽ ഞങ്ങളെ മാറ്റാൻ ഉമറെ നിന്റെ ശക്തിക്ക് കഴിയില്ല. അപ്പൊ പറഞ്ഞു ഫാത്തിമ, പ്രിയപ്പെട്ട പെണ്ണെ, എന്റെ പെങ്ങളെ. അപ്പൊ പറഞ്ഞു, അത് വിളിക്കാനുള്ള അവകാശം പോലും നീ നഷ്ടപ്പെടുത്തി. എന്നെ പെങ്ങളെ എന്ന് വിളിക്കാനുള്ള അവകാശം പോലും ഉമറെ നീ നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് നിന്നെ ഞങ്ങൾക്ക് കാണണ്ട, നീ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല ഫാത്തിമ, നീ ഓതിക്കൊണ്ടിരിക്കുന്ന വേദഗ്രന്ഥം എനിക്കൊന്ന് തരുമോ? നീ ഓതിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ കലാം എനിക്കൊന്ന് തരുമോ? ഫാത്തിമ പറഞ്ഞു, എന്തിന്? അതെനിക്കൊന്ന് വായിച്ചു നോക്കാനാണ്. തരില്ല നിന്റെ കയ്യില്, നീ അശുദ്ധവാനാണ്, നീ കുളിച്ചിട്ട് വാ, എന്നിട്ട് തരാം. ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രം പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് വെള്ളമെടുത്ത് തലേന്ന് അങ്ങോട്ട് ഒഴിച്ചു.
എന്നിട്ട് നനഞ്ഞ താടിയും തലയുമായിട്ട് ഉമർ തിരിച്ചു വന്നേ. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ അത് കൊണ്ടാ. ഫാത്തിമ എന്ന പെണ്ണില്ലേ, ദീനിന്റെ പൊന്നുമോള്, വിശുദ്ധമായ കലാം താഹാ സൂറത്ത് ആ ഏടെടുത്തിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലിട്ട് കൊടുത്തു. ആ വിശുദ്ധമായ സൂറത്ത് ഒന്ന് ഓതി തീർന്നതും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം പച്ച പിടിച്ചതും അവിടെ ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ ഞെട്ടിത്തരിച്ചിടുന്നു മറിൻ കൽബൂമി, പെട്ടെന്ന് റസൂലെ കാണാൻ കൊതിക്കുമേ. ചോദിച്ചവരോട് തങ്ങളെ സ്ഥാനമേ, യോജിച്ച കാര്യങ്ങൾ ചൊല്ലി കവ്വാവുമേ. വാർത്തയറിഞ്ഞുള്ള നേരമിറങ്ങിയ വാശി പോൽ സ്നേഹത്തിൻ തെന്നലും വീശിയേ, ചാർച്ച കൂടാനായി ചാടി പിന്നോടിയേ, ചാതുർവർണ്ണത്തിന്റെ മേലങ്കിയൂരിയേ. ഞെട്ടിത്തരിച്ചിടുന്നു മറിൻ കൽബൂമി, പെട്ടെന്ന് റസൂലെ കാണാൻ കൊതിക്കുമേ. ചോദിച്ചവരോട് തങ്ങളെ സ്ഥാനമേ, യോജിച്ച കാര്യങ്ങൾ ചൊല്ലി ഹബ്ബാബൂമേ. അതെ, ഫാത്തിമയോട് ചോദിച്ചു, പെണ്ണെ, വിശുദ്ധമായ ത്വാഹാ സൂറത്ത് ഓതി കഴിഞ്ഞതും കൽബൊന്ന് പച്ചയായി. സത്യത്തെ കൃത്യമായി അല്ലാഹു ആ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്തു. പെങ്ങളോട് പറഞ്ഞു, ഫാത്തിമ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോയി. ചോരയെ ഒക്കെ തുടച്ച് മുറിവൊക്കെ വെച്ച് കെട്ടി. എന്നിട്ട് പറഞ്ഞു, അപ്പോഴൊക്കെ സയ്യിദും എഴുന്നേറ്റ് രണ്ടാളും കൂടി മുറിവിലൊക്കെ മരുന്നൊക്കെ വെച്ച് കെട്ടി. എന്നിട്ട് അല്പം ഒന്ന് തണുത്തിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയണം, ഫാത്തിമ പുണ്യ നബി എവിടെയുള്ളത്, എനിക്കൊന്ന് കാണണമായിരുന്നു, പരിശുദ്ധ റസൂൽ എനിക്കൊന്ന് കാണണം. അപ്പൊ ഫാത്തിമ പറഞ്ഞു, എന്റെ തട്ടിപ്പന്റെ അടുത്ത് വേണ്ടാറ്, റസൂലുള്ള ഇരിക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞു തരണല്ലേ, എന്നിട്ട് നിനക്ക് കൊല്ലാനല്ലേ, നടക്കൂലും പറയുന്നു. എന്റെ വായിന്ന് അത് കേട്ടിട്ട് നീ പോകൂലാറ്. അപ്പൊ പറഞ്ഞു, അല്ല ഫാത്തിമ, തട്ടാനുമല്ല വെട്ടാനുമല്ല കൊല്ലാനുമല്ല, എനിക്ക് ആ നബിയെ കണ്ടിട്ട് പരിശുദ്ധ മതം ഒന്ന് വിശ്വസിക്കാനാണ്. അപ്പോഴും ഫാത്തിമാക്ക് വിശ്വാസമില്ല. ഉമർ റളിയല്ലാഹു അൻഹു സയ്യിദ് ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ നിന്റെ സഹോദരന് കൽബിലൊരു മാറ്റമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, നബിയുള്ള സ്ഥലമുണ്ട് പറഞ്ഞു കൊടുത്തേക്കാം. അപ്പോഴും ഫാത്തിമ ഭർത്താവ് പറഞ്ഞു, വേണ്ട, ഉമറിനെ നിങ്ങൾ കാണുന്നതിന് മുമ്പ് ഞാൻ കാണുന്നതാണ്, എനിക്കറിയാം ഉമറിന്റെ കഥ, അതുകൊണ്ട് മിണ്ടണ്ടാറ്. അപ്പോഴാണ് അകത്ത മൂലയിൽ ഒളിച്ചിരിക്കുന്ന മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വരുന്നത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഖബ്ബാബിനെ ഖുബൈബ് റളിയല്ലാഹു അൻഹു പുറത്തു വന്നു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉമറേ, അല്ലാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഉമർ അല്ലാഹുവിന്റെ കഥ കേട്ടിട്ട് ഇങ്ങനെ തരിച്ചിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പുണ്യനബി എപ്പോഴും ദുആർക്കുമായിരുന്നു, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ദീന് ശക്തിപ്പെടുത്തണമെന്ന്. രണ്ടാലൊരു ഉമർ എന്ന് പറഞ്ഞ ഒന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അംർ ബിൻ ഷാമാണ്. അംർ ബിൻ ഷാ എന്ന് പറഞ്ഞ സഹച്ചാൽ അബൂജഹൽ. അന്ന് മക്കത്ത് ശക്തവാന്മാർ രണ്ടുപേരും ഇവർ രണ്ടാണ്. ഒരാളെ കൂസാത്ത രണ്ട് മനുഷ്യന്മാരും, ഒരു മഹലൂക്കിനെ പേടിയില്ലാത്ത രണ്ട്. അതന്നെ അബൂജഹലിന്റെ സ്വഭാവവും. റസൂലുള്ളാഹിനെ പേടിച്ചു എന്നിട്ട് കാര്യമില്ല. അബൂജഹൽ റസൂലുള്ളാഹി ഒഴികെ ബാക്കി ദുനിയാവിൽ ഒരു മഹലൂക്കിനെ പേടിയില്ലാത്ത സാധനം അബൂജഹൽ. അതുകൊണ്ടല്ലേ അബൂജഹൽ മരിക്കാൻ കിടക്കുമ്പോൾ ബദറിൽ ഇങ്ങ് ചാകാൻ കിടന്നപ്പോൾ തല മുറിക്കാൻ വേണ്ടിയിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞ്, കുറച്ച് താഴേന്ന് മുറിച്ചോന്നാ പറഞ്ഞേ. നമ്മളങ്ങ് എന്തെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വിളിക്കും രക്ഷപ്പെടുത്തി നിർത്തും. ഇവിടെയാ പറഞ്ഞത്, കുറച്ച് താഴേന്ന് മുറിച്ചോ, എന്റെ തലന്റെ വലുപ്പം കണ്ടിട്ട് ഇനി മുഹമ്മദ് ഒന്ന് ഞെട്ടിയാൽ എന്റെ ജന്മം സഫലമായി എന്ന് പറഞ്ഞ ഈ ലോകത്തെ ഏറ്റവും വലിയ ശത്രുവാണ് സാക്ഷാൽ അബൂജഹലിനകത്തതായി. എന്താ സാധനം, നമ്മളൊക്കെ സുന്നത്ത് ചെയ്യാൻ വന്നാൽ തന്നെ മരത്തുമ്പോ പാഞ്ഞു കയറും. അവിടെയാണ് തല മുറിക്കാൻ വേണ്ടി വന്നപ്പോ പറയുന്നത്, തല കുറച്ച് നീട്ടിയിട്ട് മുറിച്ചോ, ആ ധൈര്യം നിങ്ങൾ നോക്കിക്കോ. അതുകൊണ്ട് റസൂൽ ദുആ ചെയ്ത് രണ്ടിൽ ഒരാളെ കൊണ്ട് ദീനെ ശക്തിപ്പെടുത്തണം. പക്ഷെ ആ ഞെറുക്ക് വീണത് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ സയ്യിദും ഫാത്തിമയും മുഖത്തോടെ മുഖം നോക്കി, പുണ്യനബി അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഈ മനുഷ്യൻ അല്ലാഹു ഹിദായത്ത് കൊടുക്കാൻ. അപ്പൊ പറഞ്ഞു കൊടുത്തു, ദാറുൽ അർക്കമിൽ പുണ്യനബി ഉണ്ടെന്ന് പറഞ്ഞു. ദാറുൽ അർക്കം, അതാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ മദ്രസ. അവിടെയാണ് ദീനിന്റെ ബാലപാഠങ്ങൾ പുണ്യനബി പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്.
ജനങ്ങൾക്ക് പറഞ്ഞു വഹീന്റെ സന്ദേശം പറഞ്ഞു കൊടുത്ത ഒരു വീടാണ് ദാറുൽ അർക്കം. അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ വീടാണത്. അപ്പോ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ വാളിങ്ങനെ ഉറയുന്നങ്ങോട്ട് ഊരിയിട്ട് ഇങ്ങനെ പോവാണ്. എവിടേക്ക്? ദാറുൽ അർക്കമിലേക്ക്. ദാറുൽ അർക്കമിലേക്ക് ഇങ്ങനെ വരുമ്പോ ദാറുൽ അർക്കമില് കുറച്ച് മനുഷ്യന്മാരേ ഉള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു ദീന് വിശ്വസിക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് ദീന് വിശ്വസിച്ച ആളാണ് മഹാനായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ നേരെ 3 ദിവസം മുമ്പ് ദീനിൽ വന്നത്. ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ അപ്പൊ സഹാബത്ത് ആകെ ബേജാറായി പേടിച്ച് റസൂലുള്ളാഹിലേക്ക് ഒതുങ്ങിയിരുന്നു. അല്ലാഹുവിന്റെ നബിയെ, ഖത്താബിന്റെ മോനതാ വരുന്നെന്ന്. ദാറുൽ അർക്കമിന്റെ ഈത്തപ്പനയുടെ ഓല കൊണ്ട് മെടഞ്ഞു കെട്ടിയ ചുമരുകളാണ്. ചുമരുന്ന നമ്മളെ കല്ലൊക്കെ വെച്ചതല്ല. അപ്പൊ ഇതിന്റെ സൈഡിലൂടെ കാണാം പുറത്തുനിന്ന് ഇങ്ങനെ വരുന്നത്. അപ്പോ ശരിങ്ങനെ നോക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വരവാണ്. ഈ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഇവർ വല്ലാണ്ട് പേടിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇവർ ആരാണ് ഈ ദാറുൽ അർക്കമിലേക്ക് കടന്നു വരുന്നത് എപ്പോൾ വീക്ഷിക്കുമായിരുന്നു. അങ്ങനെയാണ് ഇവർ കണ്ടത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വരവ്. ഓടി വന്ന് റസൂലുള്ളാഹിയോട് സങ്കടം പറഞ്ഞു, ഉമർ അതാ വരുന്നത്, കയ്യിൽ വാളുണ്ടെന്ന്. സദസ് ഒരു സെക്കൻഡ് മൗനമായി. ഉമറിനോട് ആര് പ്രതികരിക്കും? അതാണ് അവസ്ഥ. ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് റസൂലുള്ളാഹിന്റെ മുന്നിലിരിക്കുന്ന മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, ആരും ബേജാറാവണ്ട, ഹംസ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് ഉള്ളിടത്തോളം കാലങ്ങൾ പേടിക്കണ്ടാവും. ദാറുൽ അർക്കമിന്റെ വാതിൽ അങ്ങ് തുറന്നു. എല്ലാവരും അടക്കിയല്ലേ ഒരാൾ വരുമ്പോ പേടിച്ച വാതിലടക്കയ്യ. ഹംസ റളിയല്ലാഹു അൻഹു വാതിലടത്ത് തുറന്നിട്ട് ദാറുൽ അർക്കമിന്റെ വാതിലിന്റെ അടുത്ത് പോയി നിന്നു. തന്റെ വലത്തെ കയ്യിൽ വാളുണ്ട്, ഇടത്തെ കൈ ഇങ്ങനെ ആ പടിയിൽ അങ്ങോട്ട് പിടിച്ചു. ഹംസ റളിയല്ലാഹു അൻഹു പിടിച്ചു. ഇങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ വന്ന് നിന്നു. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കൈയിന്റെ അപ്പുറത്ത് വന്നു നിന്നു. മറ്റൊരു സന്ദർഭത്തിലാണെങ്കിൽ വാളെടുത്തിട്ട് കൈ വിട്ടുമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു, എന്നിട്ട് കടന്നു പോകും. പക്ഷേ ഹംസ റളിയല്ലാഹു അൻഹു എന്ന ശക്തവാനായ ഒരു മനുഷ്യന്റെ കൈയിന്റെ അപ്പുറത്ത് വന്നിട്ട് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിന്നു, തല താഴ്ത്തിയിട്ട്. അപ്പോഴാണ് അകത്തുനിന്ന് വിളിച്ചത്, യാ അമ്മീ, ഉമറിനെ ഇങ്ങോട്ട് കടത്തിവിടൂ എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമറിനെ ഇങ്ങോട്ട് കടത്തിവിട്ടേക്ക് എന്ന്. ഹംസ റളിയല്ലാഹു അൻഹു ഒരു സംശയം കൂടിയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു മുഖത്തൊരു നോട്ടം നോക്കി. ആ കണ്ണ് വല്ലാണ്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ണിനൊരു ആർദ്രവം ഉണ്ടായിരുന്നു, ഒരു നനവ്. അപ്പൊ തന്നെ ഹംസ റളിയല്ലാഹു അൻഹു കാര്യം മനസ്സിലായി, ഉമർ എന്നെ പോലെ വന്നതാണ് എന്ന്. കൈ മെല്ലെ മാറ്റി, ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അകത്തോട്ട് കയറ്റി റസൂലുള്ളാഹിയിലേക്ക് നടന്നു പോകുമ്പോ പൊണ്യ നബി അവിടെ നിന്ന് എഴുന്നേറ്റു. പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റിട്ട് ഉമറിലേക്ക് വന്നു. ഉമർ റസൂലിലേക്കും പോയി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു വല്ലാത്ത ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സംഭവം അത്. ഉമർ റളിയല്ലാഹു അൻഹു റസൂലിലേക്ക് വരുന്നു, റസൂൽ എഴുന്നേറ്റ് ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് വരുന്നു. രണ്ടുപേരും ദാറുൽ അർക്കമിൽ നിൽക്കുന്നു. രണ്ട് കയ്യും ഇങ്ങനെ ചേർത്ത് പിടിച്ചു മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം ചോദിച്ചു, മതിയാക്കാനായില്ലേ ഉമറേ എന്ന് ചോദിച്ചു. മതിയാക്കാനായില്ലേ നിനക്ക്? ഒരുപാട് ദിവസം ഇതിനു മുമ്പ് ഒരുപാട് സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹിന്റെ ബാക്കിൽ കൊല്ലാനായിരുന്നില്ല ഉമർ റളിയല്ലാഹു അൻഹു പിന്തുടർന്നിരുന്നു, പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അപ്പോഴൊക്കെ റസൂലുള്ളാഹി കണ്ടിട്ടുണ്ട് ഉമർ പിന്തുടർന്ന് ഇരുളിന്റെ മറവിൽ ഉമർ ബാക്കിൽ വരുമായിരുന്നു പല സമയത്തും. അതൊക്കെ റസൂലുള്ളാഹിക്ക് അറിയാം. അതുകൊണ്ട് കയ്യങ്ങോട്ട് പിടിച്ചിട്ട് ചോദിച്ചു, മതിയാക്കാനായില്ല ഉമറേ എന്ന് ചോദിച്ചു. അപ്പൊ ഒരൊറ്റ കരച്ചിലായിട്ട് കരഞ്ഞു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. കരഞ്ഞപ്പോ ചേർത്ത് പിടിച്ചു, ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഉമറേ, നിന്നെ എന്റെ ദീനിലേക്ക് എന്റെ റബ്ബ് തന്നത് ഈ വിശുദ്ധ മതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ജിബ്രീൽ പറഞ്ഞത്. പിന്നീട് ജിബ്രീൽ ഇറങ്ങിയിട്ട് പറഞ്ഞല്ലോ, ലോകത്തൊരു മനുഷ്യനും ഇസ്ലാം മതം വിശ്വസിക്കുമ്പോ ആകാശ ലോകത്തിലുള്ള മലക്കുകൾ നൃത്തം ചവിട്ടിയിട്ടില്ല. ഒരാൾ വിശ്വസിച്ചപ്പോഴാണ് 7 ആകാശത്തും മലക്കുകൾ തക്ബീറടിച്ച് നൃത്തം ചവിട്ടിയത്. അത് ഉമറുൽ ഫാറൂഖിന്റെ ദീനി വിശ്വാസമാണെന്ന് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. എന്നിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നെഞ്ചിലേക്ക് അങ്ങോട്ട് വലിച്ചടുപ്പിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ നെഞ്ചിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു. അതാ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങളുടെ നെഞ്ചിലുള്ളത് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നിങ്ങൾ 3 വട്ടങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് ഷഹാദത്തിന്റെ മന്ത്രം ചൊല്ലിക്കൊടുത്തിട്ട് ആ സദസ്സിൽ വന്നിരുന്നു മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടെ ഉമർ റളിയല്ലാഹു അൻഹു ഇരുന്നു. ഒരു സെക്കൻഡ് ഉമർ റളിയല്ലാഹു അൻഹു ഇരുന്നുള്ളൂ. ഒരു സെക്കൻഡ് ചാടി എന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഞാൻ ഇപ്പൊ വരാൻ തോന്നും. അപ്പൊ നബി ചോദിച്ചു, എങ്ങോട്ടാ പോണത്? എനിക്ക് അർജന്റായിട്ട് ഒരു കാര്യം ചെയ്യേണ്ടത്, വളരെ അർജന്റായിട്ട് ഒരു കാര്യം ചെയ്യേണ്ടത്. അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട്, ഞാനൊന്ന് കുട്ടിയാണ്. ഉമർ റളിയല്ലാഹുവിന്റെ മകനാണ് അബ്ദുല്ല പറയുന്നത്, ഞാനൊന്ന് കുട്ടിയാണ്. ഉപ്പ ദാറുൽ അർക്കമിൽ നിന്ന് നേരെ വീട്ടിലേക്ക് ഓടി വന്നു. എന്നെ വിളിച്ചു, മോനെ അബ്ദുല്ല, ഇങ്ങോട്ട് വാ. ആരാടോ സായാഹ്ന പത്രം എന്ന് വെച്ചു. എന്ത്? ആരാ സായാഹ്ന പത്രം? സായാഹ്ന പത്രം എന്ന് പറഞ്ഞാൽ വിവരം മൊത്തത്തിൽ അറിയിക്കുന്ന ഫിത്നക്കാർക്കാവുമല്ലോ, അതാ ചോദിച്ചത്. ആരാണ് സായാഹ്ന പത്രം എന്ന് പറഞ്ഞാൽ ഈ വിവരം പെട്ടെന്ന് എല്ലാവരും അറിയിക്കാൻ പറ്റിയ ഫിത്നക്കാരൻ ആരാന്ന് വെച്ചു.
അപ്പൊ അബ്ദുല്ലാഹിബ്നു ഉമർ പറഞ്ഞു, ഞാൻ ജുഹൈമിന്റെ പേര് പറഞ്ഞു കൊടുത്തു. ജുഹൈം എന്ന് പറഞ്ഞ ചങ്ങായിന്റെ നാട്ടില് ഓന് ഒന്നേ കിട്ടണ്ടു 10 പറഞ്ഞോളൂ. ഞാൻ ഓന്റെ പേര് പറഞ്ഞു, ജുഹൈമോട് പറഞ്ഞാൽ മതി, ഓരെല്ലായിടത്തും പറഞ്ഞോളൂ എന്നാണ്. ഉപ്പ ഓടി ജുഹൈമിന്റെ വീട്ടിലേക്ക്. ജുഹൈമിന്റെ വീട്ടിൽ പോയി. ജുഹൈം ഇങ്ങനെ ഇരിക്കായിരുന്നു. ജുഹൈമേ ഇങ്ങോട്ട് വന്നോളൂ. ഉമർലാനെ കണ്ടപ്പോ ജുഹൈമോട്, എന്താ ഇബ്നു ഖത്താബേ, നീ ഒരു കാര്യം അറിയോ? എന്താ? ഞാൻ മുഹമ്മദിന്റെ മതം ചേർന്നടോ, ഞാൻ ദീന് വിശ്വസിച്ചടോ. ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, ജുഹൈം അത് കേട്ടപ്പോ എടുത്തങ്ങട്ട് ചാടി മുറ്റത്തേക്ക്, ഉടുത്തത് അയിഞ്ഞുപോയിന്ന അതങ്ങ് ഭാര്യ കെട്ടി കായബത്തിലേക്ക് ഓടി. കായബത്തിലേക്ക് ഓടിയപ്പോ അബ്ദുല്ലാഹിബ്നു ഉമർ പറയാണ്, ബാപ്പ ഓടുന്നുണ്ട് ജുഹൈമിന്റെ ബാക്കിൽ, ഞാനും ഓടി ബാക്കിൽ തന്നെ. ഇതെന്താന്ന് അറിയണല്ലോ, ഞാനൊന്നും സംഭവം അറിയില്ല, ഞാൻ ആളെ പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ ബാപ്പ ജുഹൈമിന്റെ ബാക്കിൽ ഓടുന്നു, ഞാൻ അതിന്റെ ബാക്കിൽ ഓടി. 3 ആൾ ഓടി. ജുഹൈം കായബത്തിന്റെ അടുത്ത് വന്നിട്ട് നീട്ടി വിളിച്ചു പറഞ്ഞു, അറിയോ അബുൽ ഹക്കം, ഉത്ബ, ശൈബ, വലീദ്, ഉസ്സ അറിയോ? അവര് ചന്ത മുഹമ്മദിന്റെ മതത്തിൽ ചേർന്ന് ഉമർ. അപ്പൊ പുറത്തും തട്ടി, തട്ടി, മുഹമ്മദിന്റെ മതമല്ലടാ, അള്ളാഹുവിന്റെ മതത്തിൽ ചേർന്നു എന്ന് പറ, പരിശുദ്ധ ദീനിൽ ഞാൻ ചേർന്നു എന്ന് പറയടാന്ന് പറഞ്ഞു. അബ്ദുല്ലാഹിബ്നു ഉമർ പറയുന്നത്, ജുഹൈം ഉമർലാന് ബാക്കിലുള്ള കണ്ടിട്ടില്ല. ജുഹൈം ഞെട്ടിത്തെറിച്ചു കയറുന്നു. അപ്പൊ പറഞ്ഞു, പറയടാ, നിന്നെ ഞാൻ ഒന്നും ചെയ്യൂല, ഞാൻ അള്ളാന്റെ ദീനി വിശ്വസിച്ചു എന്ന് നീ ലോകത്തോട് വിളിച്ചു പറയല്ലേ, അവിടെ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, നീ കാര്യം പറയാണ്. അപ്പോ ജുഹൈം വീണ്ടും വിളിച്ചു പറഞ്ഞു, അള്ളാന്റെ ദീനി വിശ്വസിച്ചിരിക്കുന്നു ഖത്താബിന്റെ മകൻ. ഇത് പറഞ്ഞതും അബൂജഹൽ അടക്കം തലതാഴ്ത്തി. എന്താ കാരണം? 100 ചുവന്നൊട്ടകം തരാം, കൊന്നിട്ട് പാന്ന് പറഞ്ഞ ബാളും കൊടുത്ത് പറഞ്ഞയച്ച സാക്ഷാൽ അബൂജഹൽ, ഉത്ബത്തു, ശൈബത്തു കായബത്ത് തലതാഴ്ത്തി. ഇനി എന്താക്കാനാ മാക്കാനാന്ന് വെച്ചില്ലേ, ഇനി എന്ത് ചെയ്യാനാ? ആ സാധനം അങ്ങ് പോയി കിട്ടി. എന്നിട്ട് നേരെ വന്നു അടുത്തേക്ക് ദാറുൽ അർഖമിലേക്ക്. വിവരം മൊത്തം കാട്ടിയതേ പോലെ പറഞ്ഞേ. ജുഹൈം പിന്നെ എല്ലായിടത്തും പോയിട്ട് പറഞ്ഞു, എല്ലാ വീടിലും മുക്കിലും കവലയിലും പോയിട്ട് പറഞ്ഞു, സംഭവം അറിയോ? ഉമർ വിശ്വസിച്ച് ഇതന്നെ വർത്താനോ. ഉമർ റളിയല്ലാഹു അൻഹു അത്രയേ വേണ്ടു, കാരണം ഇതെല്ലാരും ഒന്ന് അറിയണം. നേരെ വന്നു കായബത്തിൽ വന്നു, നേരെ വന്നു ദാറുൽ അർഖമിൽ. എന്നിട്ട് നബിയോട് ഒരു ചോദ്യം ചോദിച്ചു, യാ റസൂലല്ലാഹ്, നമ്മൾ സത്യത്തിന്റെ മതത്തിലല്ലേ? അതെ. പിന്നെ എന്തിനാ നമ്മൾ ഒളിച്ചിരിക്കുന്നു? പിന്നെ എന്തിനാ ഇരുൾ കെട്ടിയിട്ട് അവളിരിക്കുന്നു? എഴുന്നേൽക്ക്, നമുക്കൊന്ന് കായബം വരെ പ്രകടനം നടത്താം. ചരിത്രത്തിൽ ആദ്യത്തെ പ്രകടനം അത്. മക്കയിൽ ചരിത്രത്തിൽ അള്ളാന്റെ പേര് വിളിച്ചിട്ട് ആദ്യത്തെ പ്രകടനം. വാ, നമ്മൾ സത്യമതത്തിന്റെ ആൾക്കാരല്ലേ, കായബത്തിൽ ഒരു പ്രകടനം നടത്തി കളയാന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആകെ 40 താഴെ ആളേ ഉള്ളൂ. 2 ഗ്രൂപ്പാക്കി. ഒന്നിന്റെ മുന്നിൽ ഉമർ റളിയല്ലാഹു അൻഹു, ഒന്നിന്റെ മുന്നിൽ ഹംസ റളിയല്ലാഹു അൻഹു. പുണ്യ നബി സെന്ററിൽ. ആ സംഘം വിശുദ്ധ കഅബയിലേക്ക് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചിട്ട് ചരിത്രത്തിൽ തക്ബീറിന്റെ മന്ത്രമുണർന്നു, തൗഹീദിൻ സുരദീപ്തി ഉയർന്നു, സകല ചരാചര സൃഷ്ടി കധിപതിയിൽ പുകൾ നേർന്നു, എങ്ങും മാറ്റത്തിന്റെ ശാദ്വല ധ്വനിയ പുളകം നേർന്നു. തക്ബീറിന്റെ മന്ത്രമുണർന്നു, തൗഹീദിൻ സുരദീപ്തി ഉയർന്നു, സകല ചരാചര സൃഷ്ടിക്കധിപതിയിൽ പുകനേർന്നു, എങ്ങും മാറ്റത്തിന്റെ ശാന്തനധ്വനിയ ഉലകം നേർന്നു. ആവേശത്തിൻ അലയൊലി പൊങ്ങി അല്ലാഹു അക്ബർ അല്ലാഹ്, ആമിന മോന്റെ കൽബ് തിളങ്ങി അല്ലാഹു അക്ബർ അല്ലാഹ്, ആവേശത്തിൻ അലയൊലി പൊങ്ങി ആമിന മോന്റെ കൽബ് തിളങ്ങി, ദാറുൽ അർഖമിലാഹ്ലാദത്തിൻ പൂത്തിരി തിങ്ങി, എങ്ങും മാനവ സൗഹാർദ്ദത്തിൻ തൂമഴയാകെ ഇറങ്ങി. തക്ബീറിന്റെ മന്ത്രമുണർന്നു, തൗഹീദിൻ സുരദീപ്തി ഉയർന്നു, സകല ചരാചര സൃഷ്ടി കധിപതിയിൽ പുകൾ നേർന്നു, എങ്ങും മാറ്റത്തിന്റെ ശാതുലധ്വനിയ പുളകം നേർന്നു. ചരിത്രത്തിൽ ആദ്യത്തെ പ്രകടനം ഉമർ റളിയല്ലാഹു അൻഹു ദീനിലേക്ക് വന്നപ്പോഴാണ് ആദ്യം അല്ലാഹു അക്ബർ എന്ന് വിളിച്ചിട്ട് കഅബത്തിലേക്ക് പ്രകടനം നടത്തി. ഹംസ റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബും ദീനിന്റെ 2 സ്തംഭങ്ങളായിട്ട് മുന്നിൽ നിന്നു. പിന്നിൽ അബൂബക്കർ സിദ്ദീഖ് അടക്കമുള്ളവരും, മധ്യത്തിൽ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബ പ്രദക്ഷിണം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോണത് അബൂജഹൽ ഇങ്ങനെ നോക്കി നിന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു പുണ്ണാക്കും ചെയ്യാൻ കഴിയാണ് അബൂജഹൽ ഇങ്ങനെ നോക്കി നിന്ന്. അബൂജഹൽ ഉത്ബത്തോടൊക്കെ പറഞ്ഞു, ആ കൊല്ലാൻ പറഞ്ഞയച്ചെന്ന് അപ്പുറത്ത് പോയി. തൽക്കാലം ഇനി ആരും കൊല്ലാൻ പറഞ്ഞ അയക്കണ്ട, അയച്ചാൾ അപ്പുറത്ത്, നമ്മൾ പിന്നെ ഇപ്പുറത്ത്, അതുകൊണ്ട് അനങ്ങാണ്ട് നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ കൽബിൽ പ്രതികാരം തോന്നി നിൽക്കാൻ കഴിയില്ല. അങ്ങനെയാണ് അക്രമങ്ങൾ തുടങ്ങിയത്. അവസാനം സഹാബാക്കളൊക്കെ ഹിജ്റ പോയി. നമുക്ക് ഉമർ ഖത്താബിന്റെ ചരിത്രത്തിൽ എത്ര അതാണ് ഇത് ഇങ്ങനെ പോണത്. അപ്പോ സഹാബാക്കളൊക്കെ ഹിജ്റ പോകാൻ തുടങ്ങി. അവസാന പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പുറപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോയിട്ടില്ല. അന്നേരം റസൂലുള്ളാഹിയും ഹിജ്റ പോയി.
റസൂലുള്ള ഹിജ്റ പോയി മദീനത്തെത്തിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ മക്കയിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹിന്റെ കൂടെ എത്തണം, ആ മുഖം ഒന്ന് കാണണം. ഹിജ്റ പോകുമ്പോൾ പേടിച്ചിട്ട് അങ്ങോട്ട് പോകാനും പറ്റൂല. ഈ ഹംകളെ പേടിച്ചിട്ട് പോയി എന്ന് പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്തറിയോ, കഅബത്ത് പോയി. ഹിജ്റ പുറപ്പെടുമ്പോൾ നേരെ കഅബത്ത് പോയി. കഅബത്ത് പോയപ്പോ ഇവരെല്ലാവരും ഉണ്ട് കഅബത്തിൽ. ആര്? അബൂജഹൽ അടക്കം എല്ലാം ഉണ്ട് കഅബത്തിൽ. അവിടെ വന്നിട്ട് സൊറവറിയ വർത്താനം അറിയാൻ പറ്റിയ സ്ഥലം എന്നിട്ട് അവരവിടെയാ വരിക. കഅബത്തിന്റെ മത്താഫിൽ അവിടെ എവിടെ ഇരുന്നിട്ടാന്ന് ചോദിച്ചാൽ പിന്നെ വർത്താനൊക്കെ പറയാം. എല്ലാം അവിടെ ഉണ്ടാവുന്ന ഉറപ്പാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒന്നും എടുക്കാനൊന്നുമില്ല, യാത്ര ഒന്നല്ല, പോക്കന്നല്ലേ, ഒന്നുമില്ലല്ലോ, പാപമല്ലേ. നേരെ വന്നിട്ട് എല്ലാവരോടും ഇങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞ്, പിന്നെ എന്നെ അറിയാലോ, നിങ്ങളെല്ലാം കൂടി കൊല്ലാനയച്ച് ഞാൻ ഇപ്പൊ അപ്പുറത്തായി. ഞാനിങ്ങനെ മദീനത്തേക്ക് ഹിജ്റ പോവാണ്. നിങ്ങൾ കുറെ ആൾ ഹിജ്റ പോകുമ്പോൾ ആടെ മലേന്റെ ചോട്ടിലും മറ്റേ ബൈക്കും നിന്നിട്ട് നിങ്ങൾ കുറെ ആൾ ആക്രമിച്ചിട്ടുണ്ട്. കുറെ പാവങ്ങൾക്ക് നേരെ നിങ്ങൾ ബാള് ചൂണ്ടി പേടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ സ്വത്ത് കണ്ടുകെട്ടിയിട്ടുണ്ട്. എന്നാ ഉമർ പോവാണ്. ഉമർ പോകാണ്. ഇന്നൊന്ന് പേടിച്ചിട്ടല്ല ഞാൻ മക്കത്തുനിന്ന് പോണത്. എന്റെ ഹബീബിന്റെ മുഖം കാണാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അതുകൊണ്ടാണ് ഞാൻ പോണത്. അതുകൊണ്ട് എന്റെ പോക്ക് തടുക്കാൻ നട്ടലുള്ള ആൺകുട്ടികൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, അബൂജഹലിനോട് ഞാൻ പറഞ്ഞത്, നട്ടലുള്ള ആൺകുട്ടികൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ വാ കഅബത്തിന്റെ പുറത്തേക്ക്. എന്നിട്ട് ഒരു പല പരീക്ഷണം നമുക്ക് നടത്തി നോക്കാം. തല ഉടലുണ്ടോന്ന് അപ്പം നമുക്ക് നോക്കാം. എന്നെ തടുക്കാൻ നട്ടലുള്ള പുറത്തിറങ്ങി വാ. എന്നിട്ട് പുറത്തിറങ്ങി. ഒരൊറ്റ കുട്ടി വന്നില്ല പുറത്തേക്ക്. ഉമർ റളിയല്ലാഹു അൻഹു വെല്ലുവിളിച്ചിട്ട് അത് നേരെ കഅബത്തിന്റെ ആ ഇടത് ഭാഗത്ത് നിന്നിട്ട് വാളും പൊക്കി നിൽക്കുമ്പോൾ റസൂൽ ചോദിച്ചത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, എന്തിനാ നീ ഇയാളെ കൊല്ലുന്നു വെച്ചു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ കൊല്ലാൻ വന്നോണ്ടാ ഞാൻ ഇയാളെ കൊല്ലുന്നു. അപ്പൊ റസൂൽ തിരിച്ചടിച്ച് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഉമറെ നീ എന്നെ കൊല്ലാൻ വേണ്ടി വന്നാളല്ലേ ചോദിച്ചു. നീ എന്നെ കൊല്ലാൻ വേണ്ടി വന്നാളല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ വാള് താഴെ വീണുപോയി. കാരണം ശരിയാണ്, ഞാൻ പണ്ടേ വന്നു, ഇയാൾ ഇപ്പം വന്നു, ആ അർത്ഥത്തിൽ കണക്കൂട്ടിയിട്ടുള്ളൂ. ആ ഉമർ റളിയല്ലാഹു അൻഹു അപ്പൊ താങ്ങും തണലുമായി കൂടെ നിൽക്കുന്നത് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ. മദീനയിലെ ബദറും മുഹദും ഖന്തഖും ഖൈബറും ഒക്കെ കഴിഞ്ഞു. അങ്ങനെ കാലചക്രം മുന്നോട്ട് പോയി. മഹാനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനി ബാധിക്കാൻ തുടങ്ങി. ആ പനി പുണ്യ ഹബീബിന്റെ വിശുദ്ധമായ വഫാത്തിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകനെ കൊണ്ടുപോകുന്ന വേദനയുള്ള രംഗമാണ് പിന്നെ മദീനയല്ല ലോകം മുഴുവൻ ദർശിച്ചത്. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഉസാമയെ സൈന്യാധിപനാക്കിയിട്ട് ഒരു സംഘം യുദ്ധത്തിന് പറഞ്ഞയക്കാൻ റസൂലുള്ളാഹ് വഫാത്താക്കാൻ കിടക്കണ ആ സമയത്ത് ആ സൈന്യത്തെ പറഞ്ഞയച്ചു. വടിമധ്യത്തിൽ വെച്ച് റസൂലുള്ളാഹിക്ക് രോഗം മൂർച്ഛിച്ചു എന്ന് കണ്ടപ്പോ യുദ്ധസംഘം തിരിച്ചു വന്നു. യുദ്ധം ചെയ്തില്ല. ആ സംഘം തിരിച്ചു വന്നു മദീനയിലേക്ക്. അങ്ങനെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ 12-ൽ ഈ ലോകം വിട്ട് വിട പറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബ് പോയപ്പോൾ ലോകം ഞെട്ടി. മദീനത്തെ സഹാബാക്കൾ പൂലം കുത്തിയൊഴുകി. ഒരാളും പുണ്യനബിയുടെ വിയോഗ വാർത്ത അംഗീകരിച്ചില്ല. എല്ലാവരും കരഞ്ഞുകൊണ്ട് അങ്ങോട്ടോടി. കേട്ടവർ വാർത്തകൾ പരത്തി. അവസാനം ആ കൂട്ടത്തിൽ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഓടി വന്നു. പുണ്യനബിയെ ഒന്ന് കണ്ടു. പുറത്തേക്ക് ഇറങ്ങി വാൾ വലിച്ചൂരി പുറയിൽ നിന്ന്. എന്നിട്ട് ലോകത്തോട് പ്രഖ്യാപിച്ചു, എന്റെ നബി വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞവന്റെ തലവെട്ടിയെടുത്തിട്ട് പ്രവാചകന്റെ വീട്ടിന്റെ മുറ്റത്ത് ഞാൻ തൂക്കുമെന്ന്. ഒരു കുട്ടി പോലും അങ്ങോട്ട് കടന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പരിശുദ്ധമായ ആ ശരീരത്തിനടുക്കിലേക്ക് ഒരാളും നടന്നു വന്നില്ല. കാരണം വാളുമായി നിൽക്കുന്നത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ്. പറഞ്ഞതാ ചിലപ്പോ തട്ടിക്കളഞ്ഞാലോ. എല്ലാവരും റസൂലുള്ളാഹിന്റെ വീട്ടിന്റെ മുറ്റത്ത് വന്ന് നിന്നു. അപ്പോഴാണ് പുണ്യനബി തന്നെ ഒരു ഗോത്രവുമായി ഒരു സന്ധ്യ സംഭാഷണത്തിന് പറഞ്ഞയച്ച ആളായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വിവരം കിട്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വരാൻ. ഓടി വന്നു. അബൂബക്കർ സിദ്ദീഖിന് എന്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓടി അങ്ങോട്ട് കയറി. റസൂലുള്ളാഹിന്റെ ആ റൗദ ഷരീഫിലേക്ക് അങ്ങോട്ട് കയറി. ഉജറത്ത് ഷരീഫിൽ കയറി. പുണ്യനബിയുടെ മുഖത്തിട്ട ആ തുണി മെല്ലെ അങ്ങോട്ട് മാറ്റി. വിയർപ്പിന്റെ ഗണങ്ങൾ പറ്റാത്ത ആ പരിശുദ്ധമായ ശരീരം കണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്ന് പൊട്ടി. ഉമർ റളിയല്ലാഹു അൻഹു പുറത്തു നിൽക്കുന്നതൊന്നും അബൂബക്കർ സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. ആ റസൂലുള്ളാഹിന്റെ നെറ്റിത്തടത്തിലേക്ക്, വിയർപ്പ് പറ്റാത്ത നെറ്റിത്തടത്തിലേക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തം കൊടുത്തിട്ട് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് അബൂബക്കർ സിദ്ദീഖിന്റെ കണ്ണുനീരുറ്റി വീണപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ പുറത്തു നിൽക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് എഴുന്നേറ്റ് ഇങ്ങനെ ഒന്ന് നോക്കി. എന്താരും അകത്തേക്ക് കടന്നു വരാത്തത്? എന്താണ് പുണ്യനബി വഫാത്തായപ്പോ ഒരു കുട്ടി പോലും ഉള്ളിലേക്ക് വരാത്തത്? അതറിയാനാ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോഴാണ് ഈ വാളും അങ്ങോട്ടും ഇങ്ങോട്ടും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നടക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങള് ഉമർ റളിയല്ലാഹു അൻഹു നോക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ആരെയും നോക്കുന്നില്ല. ഈ റസൂലുള്ളാഹിന്റെ വീട്ടിനെ മുറ്റത്ത് ഇങ്ങനെ നടക്കാൻ വാളും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാളും ചൊറിച്ചു പിടിച്ചിട്ട് അപ്പോഴ് കാര്യം അബൂബക്കർ സിദ്ദീഖിന് മനസ്സിലായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് തട്ടി
എന്നിട്ട് പറഞ്ഞു, എന്താ ഉമർ ഇത്, എന്ത് വിഡ്ഢിത്താ നീ കാണിക്കണത്? ആ കിടക്കുന്ന പ്രവാചകൻ വഫാത്തായ കഥ നീ അറിയില്ലേ? നീ അള്ളാഹുവിന്റെ പ്രവാചകനാണ് ആരാധിക്കുന്നതെങ്കിൽ ആ പ്രവാചകൻ വഫാത്തായി ഉമറേ. അല്ല, നീ ആരാധിക്കുന്നത് അള്ളാഹുവിനെയാണെങ്കിൽ അവൻ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നെന്നും ജീവിക്കുന്നവനും നിലനിൽക്കുന്നവനുമാണ് ഉമർ എന്ന് പറഞ്ഞപ്പോ വാളങ്ങ് എറിഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തോളത്തേക്ക് വീണിട്ട് പറഞ്ഞൊരു വർത്താനുണ്ട്, അറിയാഞ്ഞിട്ടല്ല അബൂബക്കറെ, അറിയാഞ്ഞിട്ടല്ല എനക്ക്, പക്ഷേ അംഗീകരിക്കാൻ എന്റെ മനസ്സ് പാകല്ല അബൂബക്കറെ. അതുകൊണ്ടാ എന്റെ റസൂൽ വഫാത്തായത് അംഗീകരിക്കാൻ എന്നെ കൊണ്ട് പറ്റണില്ല അബൂബക്കറെ എന്ന് പറഞ്ഞിട്ട് ലോകം വെടിഞ്ഞു. അന്ത്യപ്രവാചകന്റെ മുഖം മണ്ണിൽ മറഞ്ഞു, മണ്ണിൽ മറഞ്ഞു. ആ താരകം പൊലിഞ്ഞ വാർത്ത ലോകമറിഞ്ഞു. ആ പൂമുഖം മറഞ്ഞതിനാൽ ലോകർ കരഞ്ഞു. ഇരുലോക ഗുരു പോയതിനാൽ മനസ്സ് തകർന്നു. ഇഹലോകവാസികൾ തമ്മിൽ കണ്ണീര് പകർന്നു, കണ്ണീര് പകർന്നു. ഇഹലോകവാസികൾ തമ്മിൽ കണ്ണീര് പകർന്നു, കണ്ണീര് പകർന്നു. അതെ, പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ എന്റെ കൽബ് അംഗീകരിക്കാൻ പാകമായിട്ടില്ലെന്ന് പറഞ്ഞ് കരഞ്ഞു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അവസാനം റസൂലുള്ളാഹിന്റെ വിശുദ്ധമായ ശരീരം എവിടെ കബറടക്കണം എന്ന തർക്കം, റസൂലുള്ളാഹി വഫാത്തായിട്ട് ആദ്യത്തെ തർക്കം അവിടെ തുടങ്ങിയിട്ടുണ്ട്. എവിടെ കബറടക്കും? ഒരു കൂട്ടർ പറഞ്ഞു മിമ്പറിന്റെ അടുത്ത് കബറടക്കാമെന്ന്, മറ്റൊരു കൂട്ടർ പറഞ്ഞു ജന്നത്തുൽ ബഖീൽ കബറടക്കാമെന്ന്. അങ്ങനെ രണ്ട് പക്ഷം രണ്ട് വാദത്തിൽ നിന്നു. അപ്പോഴാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സദസ്സിനോട് പറഞ്ഞു, എന്റെ നബി എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ റസൂലുള്ള എന്നോടൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞറിയോ? ഏതൊരു പ്രവാചകനും എവിടെയാണോ വഫാത്താകുന്നത് അവിടെ കിടക്കാനാണ് ആ പ്രവാചകന്മാർക്ക് ആഗ്രഹമുണ്ടാവുക എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ള വഫാത്തായ സ്ഥലത്ത് തന്നെയാണ് ഖബറടക്കേണ്ടത് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീബിയുടെ വീട്ടിന്റെ അകത്തളങ്ങളിൽ ഇന്ന് പുണ്യ നബി കിടക്കുന്ന അതേ സ്ഥാനത്ത് ഒരു ഈത്തപ്പനയുടെ മട്ടൽ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു പഴകിയ കട്ടിലിന്റെ മേലെയായിരുന്നു പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കട്ടിലിന്റെ 4 കാല് കുത്തിയ സ്ഥാനത്ത് ഖബർ കുഴിക്കപ്പെട്ടു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി. അങ്ങനെ വിശുദ്ധ റസൂലിന്റെ പരിശുദ്ധമായ ശരീരം കുളിപ്പിച്ചു. ഒരാൾക്കും മുമ്പിൽ നിന്നിട്ട് മയ്യത്ത് നിസ്കരിക്കാൻ ധൈര്യമില്ല ഇമാമായിട്ട്. അതുകൊണ്ട് പുണ്യ നബിയുടെ വിശുദ്ധമായ ശരീരത്തിന് അവർ ഒറ്റക്കൊറ്റക്ക് മയ്യത്ത് നിസ്കരിച്ചു. അവസാനം ആ ഖബറിടത്തിലേക്ക് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താഴ്ത്തി. ഖിയാമത്ത് നാൾ വരെ അവിടെ കിടന്ന് ലോകം കാണാൻ അള്ളാഹുവിന്റെ പ്രവാചകന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ സ്വർഗത്തിന്റെ ഗേഹം വിശുദ്ധമായ റൗള ശരീഫ്. അള്ളാഹു അവിടെ ചെല്ലാനും സലാം പറയാനും നമുക്ക് ഭാഗ്യം തരട്ടെ. ആ വിശുദ്ധ മണ്ണിൽ ചെന്ന് പുണ്യ നബിയോട് സലാം പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റസൂലുള്ളാഹിന്റെ തിരുശഫാഅത്തിൽ അള്ളാഹു നമ്മളെ കുടുംബത്തെ ഉൾപ്പെടുത്തി തരട്ടെ. റസൂലുള്ളാഹിയുടെ വിശുദ്ധമായ കബറിടം മണ്ണിട്ട് മൂടി. അത് കഴിഞ്ഞിട്ടാണല്ലോ അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നപ്പോൾ ഫാത്തിമ ചോദിച്ചത്, എൻ്റെ ഉപ്പാന്റെ നെഞ്ചത്ത് മണ്ണിടാൻ അലിയാരെ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്ന്. എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ നെഞ്ചിലേക്ക് മണ്ണിട്ട് വെക്കാൻ അലിയാരെ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്ന് ഫാത്തിമ ബി ചോദിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ റസൂൽ വഫാത്തായി കഴിഞ്ഞു. ഇനി ആര് ഖലീഫയാവണം? അതാണ് ചർച്ച. ആരാണ് ഖലീഫയാവേണ്ടത്? നിങ്ങൾ വിചാരിക്കേണ്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വളരെ പെട്ടെന്ന് ഖലീഫയെ തെരഞ്ഞെടുത്തൊന്നും വിചാരിക്കണ്ട. അൻസാരികളും മുഹാജിറുകളും ബനി സഖീഫത്ത് സാദ് എന്ന് പറയുന്ന ഒരു ഗോത്ര വീട്ടിൽ യോഗം ചേർന്നു അടുത്ത ഖലീഫ ആര് എന്ന് നിശ്ചയിക്കാൻ വേണ്ടി. രൂക്ഷമായ തർക്കമായിരുന്നു, രൂക്ഷമായ തർക്കം. അൻസാരികൾ പറഞ്ഞു അൻസാരികളെ ഖലീഫയാക്കണമെന്ന്, മുഹാജിരികൾ പറഞ്ഞു മുഹാജിരികളെ ഖലീഫയാക്കണമെന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ പുണ്യ നബിയോടൊപ്പം ദീൻ വിശ്വസിച്ചവരാണ്, പുണ്യ നബിയുടെ കൂടെ വന്നവരാണ്, ഞങ്ങൾ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ടവരാണ്. അധികാരം കൈയാളാൻ ഞങ്ങൾക്കും ഒരു അവസരമുണ്ട്. അതുകൊണ്ട് ഖുറൈശികളായ മുഹാജിരികളുടെ കൂട്ടത്തിലുള്ളവർക്ക് അധികാരം നൽകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൂപ്പരെ കുറിച്ചല്ല പറഞ്ഞത്. അപ്പോഴാണ് സദസ്സിൽ നിന്ന് ഹുബ്ബാബ് ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. അൻസാരി പ്രമുഖനായ ഹുബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻസാരികളെ, അധികാരം നിങ്ങളുടെ കയ്യിലാണിപ്പോ. മദീനത്താണ് നമ്മളുള്ളത്.
അതുകൊണ്ട് ആ അധികാരം അവർക്ക് വിട്ടുകൊടുക്കണ്ട. അധികാര കൈയാളാൻ നിങ്ങളാ നല്ലത്. ഒന്നുകിൽ മുഹാജിറുകൾക്ക് ഒരു നേതാവ്, അൻസാരികൾക്ക് വേറെ നേതാവ്, 2 ഖലീഫമാർ രാജ്യം ഭരിക്കട്ടെ എന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഒരു ജനതക്ക് 2 നേതാക്കന്മാർ പാടില്ല. ഒരു ജനതക്ക് 2 നേതാക്കന്മാരുണ്ടായാൽ അത് രണ്ടും തർക്കത്തിലേക്കും നാശത്തിലേക്കുമാകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗവേളയിൽ ഇമാമത്ത് നിർത്തിയത് അബൂബക്കർ സിദ്ദീഖാണ്. അബൂബക്കർ ഉണ്ടായിരിക്കെ വേറൊരാൾക്ക് നേതാവാക്കാൻ കഴിയില്ല എന്നാണ് എന്റെ അഭിപ്രായം. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, മുഹാജിരിങ്ങളിൽ പ്രമുഖർ നിങ്ങൾ 2 പേരാണ്. ആര്? ഒന്ന് ഉമർ ഇബ്നു ഖത്താബാണ്, മറ്റൊന്ന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവാണ്. അതുകൊണ്ട് അബൂ ഉബൈദയോ ഉമറോ ഈ 2-ൽ ഒരാളെ നിങ്ങൾ ഖലീഫയാക്കണം. ഇത് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റു. ഉമർ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈ പിടിച്ചിട്ട് പറഞ്ഞു, അബൂബക്കർ ഉണ്ടായിരിക്കെ വേറെ നേതാവ് ഉണ്ടാക്കാൻ പാടില്ല. ഞാൻ അബൂബക്കറിനെ ബൈഅത്ത് ചെയ്യുന്നു എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറ്റി. ഉടനെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അമീനുൽ ഉമ്മ, ഈ സമുദായത്തിൽ വിശ്വസ്തരെന്ന് അല്ലാഹുവിന്റെ നബി പറഞ്ഞ ഒരു മനുഷ്യനാണ്. ഒരാൾക്കും അബൂ ഉബൈദയെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. ആ അബൂ ഉബൈദയും വന്ന് കൈപിടിച്ചു, ബൈഅത്ത് ചെയ്തു. അതോടെ പ്രശ്നം അവസാനിച്ചു. അൻസാരികളും മുഹാജിറുകളും ഒന്നടങ്കം കൂട്ടമായി വന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി അംഗീകരിച്ചു. ഖലീഫത്തു റസൂലില്ല എന്നാണ് സഹാബകൾ അബൂബക്കർ സിദ്ദീഖിനെ വിളിച്ചത്. അമീറുൽ മുഅ്മിനീൻ എന്നല്ല, ഖലീഫത്തു റസൂലില്ല. റസൂലിന്റെ പ്രതിനിധി എന്ന പേരിലാണ് അബൂബക്കർ സിദ്ദീഖ് ലോകത്ത് അറിയപ്പെട്ടത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഖലീഫയായി. എന്നാൽ ആ ക്ഷേമൈശ്വര്യങ്ങൾ നിറഞ്ഞു നിന്ന ഭരണമൊന്നും അധികം നീണ്ടു നിന്നില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ പോലെ തന്നെ ഈ ലോകം വിട്ട് വിട പറയാൻ പോവാണ്. ഈ ലോകം വിട്ട് വിട പറയാൻ പോകുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ സഹാബത്ത് ഒരു ആശയം വെച്ചു, നിങ്ങൾ ഒരാളെ നേതാവാക്കി തരണം അടുത്ത ഖലീഫയായിട്ട്, ഇനി ഒരു തർക്കം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഏകകണ്ഠമായിട്ടൊരു അഭിപ്രായം പറഞ്ഞാൽ അതും ഒരു തർക്കത്തിലേക്ക് പോകുമല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. പനി പിടിച്ചിട്ട് കിടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സ്വർഗ്ഗം കൊണ്ട് സന്തോഷം വാർത്ത അറിയിക്കപ്പെട്ട മനുഷ്യൻ, മൂപ്പർ ആദ്യം തന്റെ റൂമിലേക്ക് വിളിച്ചു. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദ്യം ചോദിച്ചു, അബ്ദുറഹ്മാൻ, ഞാൻ നിങ്ങളോട് ഒരാളെ കുറിച്ച് ഒരു അഭിപ്രായം ചോദിച്ചാൽ നിങ്ങൾ സത്യസന്ധമായി മറുപടി പറയും. അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, ഔഫിന്റെ മറുപടി എന്താണ്? അറിയുക അല്ലാഹുവാ സത്യം, അനുഗ്രഹമേറിയ മുത്താണ്, മുത്ത് റസൂലിൻ സഹചാരി, മുന്തിയ സൽഗുണ തേരാളി, ചിന്തയിൽ നന്മതൻ വീരാടി, ചതുർപുറമിൽ ബഹുപോരാളി. അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, ഖൗഫിന്റെ മറുപടി എന്താണ്? അറിയുക അല്ലാഹുവാ സത്യം, അനുഗ്രഹമേറിയ മുത്താണ്. ഉസ്മാനും അതു തന്നെ പറഞ്ഞ അബൂബക്കറിനുള്ളിൽ കുളിരായി, ഉലകതിലെ പുതുവാർത്തയറിയിക്കാൻ അവരത കൽപ്പനയിടലായി. ഉസ്മാനും അതു തന്നെ പറഞ്ഞ അബൂബക്കറിനുള്ളിൽ കുളിരായി. അതിനിടയിൽ നമുക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹീദ് പറഞ്ഞു തീർക്കാനുണ്ട്. ചില സംഭവങ്ങൾ മാത്രം നമുക്ക് ഒന്ന് പരിചയപ്പെട്ടിട്ട് ഇൻഷാ അല്ലാഹ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹീദിലേക്ക് നമുക്ക്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബ്ദുറഹ്മാൻ, നിങ്ങൾക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എന്നെക്കാൾ നന്നായിട്ട് അറിയുന്നത് അങ്ങല്ലേ, അല്ല, എന്നാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചു. അന്നേരം പറഞ്ഞു, ഈ സമുദായത്തിൽ ഇനി ഒരു നേതാവാകാൻ ഉമർ റളിയല്ലാഹു അൻഹു അല്ലാതെ മറ്റൊരാളില്ല എന്നാണ് എന്റെ അഭിപ്രായം. ശരി, നിങ്ങളൊന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ വിളിക്കുന്നു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ടത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ഇതേ ചോദ്യം ചോദിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി വളരെ രസമുള്ള മറുപടിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹത്തിന്റെ രഹസ്യ ജീവിതത്തിനേക്കാൾ പരിശുദ്ധമാണ്, അദ്ദേഹത്തിന്റെ പരസ്യ ജീവിതത്തെക്കാൾ പരിശുദ്ധമാണ് രഹസ്യ ജീവിതം. അതൊരു വല്ലാത്ത മറുപടിയാണ്. അദ്ദേഹത്തിന്റെ പരസ്യമായ ജീവിതത്തെക്കാൾ പരിശുദ്ധമാണ് അയാളുടെ രഹസ്യ ജീവിതം. ഒരു മനുഷ്യന് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി, അതിന്റെ അപ്പുറം വേറെ സർട്ടിഫിക്കറ്റ് വേണ്ട. കാരണം നമുക്കറിയാം, ചില മനുഷ്യന്മാർ പുറമോടിയാണ്. വെള്ളക്കൊപ്പായം തുണി കെട്ടി ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാല് ഓനെപ്പോലത്തെ ദുനിയാവിൽ മാന്യന്മാർ വേറെ ഉണ്ടാവില്ല. അതേസമയം അയാളുടെ രഹസ്യ ജീവിതം വളരെ പോക്കായിരിക്കും. ഒരു പെണ്ണ്, ഒരു ഭാര്യ ഭർത്താവിന് സർട്ടിഫിക്കറ്റ് ചെയ്താൽ അതിനപ്പുറം വേറെ സർട്ടിഫിക്കറ്റ് വേണ്ട. കാരണം ഒരു ഭർത്താവിന്റെ രഹസ്യ ജീവിതം കൃത്യമായി അറിയുന്ന ആളാണ് പെണ്ണുങ്ങളാണ്.
അപ്പൊ പെണ്ണുങ്ങൾ തന്റെ ഭർത്താവിനെ കുറിച്ച് ഒരു സർട്ടിഫിക്കറ്റ് തന്നാൽ പിന്നെ വേറെ സർട്ടിഫിക്കറ്റ് വേണ്ട, അത്ര ശുദ്ധായിരിക്കും. കാരണം ഭൂരിപക്ഷ ആൾക്കാരും എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടത്തിൽ പെട്ടതല്ല, ഈ പകൽമാന്യന്മാരായി നടക്കുന്ന ഭൂരിപക്ഷ ആൾക്കാരും ഉണ്ടല്ലോ. പകൽമാന്യന്മാർ എന്നൊരു ടീമുണ്ട്, അത് വേറെ തന്നെ ഉണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ട അങ്ങനെ ഒരു ടീമുണ്ട്. അവർ ഭയങ്കര മാന്യന്മാരാണ്, പുറത്ത് ഭയങ്കര ഉഷാറായിരിക്കും, ആളെ കൂട്ടത്ത് കൂടാനും ആക്കാനും പിടിക്കാനും. പക്ഷെ രഹസ്യമായി ഓനെ പോലത്തെ തോന്നിയാസി ദുനിയാവിൽ തമ്മിൽ. അതാ ഞാൻ പറഞ്ഞത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്, ആ മനുഷ്യന്റെ പരസ്യ ജീവിതത്തെക്കാൾ പരിശുദ്ധമാണ് രഹസ്യ ജീവിതം. അതിനപ്പുറം സർട്ടിഫിക്കറ്റ് വേണ്ട. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എങ്കിൽ ഉസ്മാൻ, അടുത്ത ഖലീഫയായിട്ട് ഞാൻ ഉമറിനെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് എല്ലാവരോടും പറയണമെന്ന്. അങ്ങനെ മസ്ജിദ് നബവിയിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്നു. അവിടെ കൂടിയ മുഴുവൻ പേരോടും പറഞ്ഞു, ദാ ഖലീഫത്ത് റസൂലില്ല ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഖലീഫത്ത് റസൂലില്ല എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്, അടുത്ത ഖലീഫയായി ഉമർ ഫാറൂഖിനെ നിശ്ചയിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ലോകം വിട്ടുവിട പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിച്ച് ഖലീഫ സ്ഥാനം കൈമാറി, ഭരിക്കേണ്ടത് പറഞ്ഞു കൊടുത്ത് എല്ലാം പറഞ്ഞ് റെഡിയാക്കി. എന്നിട്ട് വഫാത്തായപ്പോ ആ കർമ്മം ഏറ്റെടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശേഷിച്ച മരണാനന്തര കർമ്മങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഒരു എതിർപ്പുമില്ലാതെ ഇസ്ലാമിക ലോകത്തിന്റെ വിപ്ലവ നായകനായി മാറി. രണ്ടാം ഖലീഫയായി ഉമർ റളിയല്ലാഹു അൻഹു അധികാരമേറ്റെടുത്തത്. രണ്ടാം ഖലീഫയായി ഉമർ ബിൻ ഖത്താബ് വന്നല്ലോ, കണ്ടാൽ കോരിക്കുന്ന ഭരണം നാട്ടിനായി തന്നല്ലോ, സത്യത്തിലൂന്നിയ ചെങ്കോലേന്തി ഭരിച്ചല്ലോ, സത്യവിരോധികൾ ആകെ കൂടി ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫയായി മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തോടെ കുറ്റവാളികൾ പേടിച്ചു പറച്ചു. കുറ്റവാളികൾക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു കഴിഞ്ഞു. സത്യത്തിൽ കുറ്റവാളികൾക്ക് ഒരു വല്ലാത്ത പേടി സ്വപ്നമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത്. അധികാരം നേടിയപ്പോൾ ഭരണപരിഷ്കാരങ്ങൾ രാജ്യത്ത് നടപ്പിൽ വരുമ്പോൾ ആദ്യം കുടുംബക്കാരെ വിളിക്കും. കുടുംബക്കാരെ വിളിച്ചിട്ട് അവരോട് പറയും, കഴുകന്മാർ ശവത്തിലേക്ക് എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെയാണ് ജനങ്ങൾ ഭരണാധികാരിയിലേക്കും അവരുടെ കുടുംബത്തിലേക്കും നോക്കുക. അതുകൊണ്ട് ഞാൻ പുതിയ ഒരു ഭരണപരിഷ്കാരം നടപ്പിൽ വരുത്തുമ്പോൾ അത് ആദ്യം അംഗീകരിക്കേണ്ടത് എന്റെ കുടുംബക്കാരാണ്. അത് തെറ്റിച്ചാൽ നാട്ടുകാർക്ക് ഒരടിയാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ എന്റെ കുടുംബക്കാരെ നിങ്ങൾക്ക് ഞാൻ 2 അടി തരും. നാട്ടുകാർക്ക് എത്രയാണോ കൊടുക്കുന്നത് അതിന്റെ നേരെ ഡബിളാണ് ആർക്ക് കിട്ടുക, കുടുംബക്കാർക്ക് കിട്ടുക. നിങ്ങൾ ചിന്തിച്ച ഭരണാധികാരിയുടെ ആ ബുദ്ധികൾ ചിന്തിച്ചു നോക്കുക. ഈ കാലഘട്ടത്തിന്റെ ഭരണാധികാരികളെയും ഉമർ ഫാറൂഖിനെയും താരതമ്യപ്പെടുത്തി നോക്കാനാണ് ഞാനിത് പറഞ്ഞത്. കുടുംബക്കാരോട് പറയും, നാട്ടുകാർക്ക് ശിക്ഷ കൊടുക്കുന്നതിന്റെ നേരെ ഇരട്ടി നിങ്ങൾക്ക് ഞാൻ തരും. എന്തിന്? അത് തെറ്റിച്ച നാട്ടുകാർക്ക് 1 അടി നിങ്ങൾക്ക് 2 അടി, നാട്ടുകാർക്ക് 2 അടി നിങ്ങൾക്ക് 4 അടി. എത്രയാണ് ഊർക്ക് കൊടുക്കുന്നത് നേരെ ഡബിൾ നിങ്ങൾക്ക് കിട്ടും. എന്നാൽ ഈ കാലത്തെ ഭരണാധികാരികളോ എന്ത് തമ്മാടിത്തരോ കുടുംബക്കാർക്ക് ചെയ്യാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലായിടത്തും ഫോൺ വിളിച്ച് റെഡി ആയിക്കോളും. ബാക്കിയില്ല പാവങ്ങൾക്ക് അടി, കുടുംബക്കാർക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഭരണാധികാരികൾ അങ്ങനെയാണ്. സത്യസന്ധമായ ഭരണാധികാരികളുണ്ട്, എല്ലാവരും എല്ലാം പറയണത്. അപ്പൊ കുടുംബക്കാരെ പിടിച്ചിട്ട് ഇത് പറയുമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഒരു നിയമം മദീനയിൽ വന്നാൽ കുടുംബക്കാരാണ് ആദ്യം പേടിച്ച് പറക്കുക. കാരണം ഇതെന്താ ചെയ്യേണ്ടത് തിരിയില്ല. തെറ്റിപ്പോയാൽ നല്ലോണം കിട്ടും ഖലീഫയുടെ അടുക്കൽ നിന്ന്. അത് ഉപ്പയാണ് മോനാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു ഓടുകയായിരുന്നു, നട്ടുച്ചബയിൽ ഒരേ ഓട്ടാണ്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പണിയെടുത്തിട്ട് ഇങ്ങനെ വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഓട്ടം കണ്ടപ്പോൾ പിടിച്ചു വെച്ചിട്ട് അല്ല അമീറുൽ മുഅ്മിനീൻ. എവിടെ അമീറുൽ മുഅ്മിനീൻ? മൂപ്പരാ പേരിട്ടത്. ആര്? ഉമർ റളിയല്ലാഹു അൻഹു പേരിട്ടതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അബൂബക്കർ സിദ്ദീഖിനെ ഖലീഫത്ത് റസൂലില്ല എന്നാ വിളിച്ചത്, റസൂലിന്റെ പ്രതിനിധിയിൽ. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ സ്ഥാനം ഏറ്റെടുത്തപ്പോഴും ജനങ്ങൾ വിളിച്ചത് എന്താ? ഖലീഫത്തു റസൂലില്ല എന്നാ, റസൂലിന്റെ പ്രതിനിധിയുടെ പ്രതിനിധിയിൽ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ഇതിപ്പോ ഞാനായതുകൊണ്ട് തരക്കേടില്ല, 2 ആളായതുകൊണ്ട് അപ്പറിപ്പുറം വിളിക്കാം. ഒരു പത്താമത്തെ ആളെ എന്താ വിളിക്കുക? ഖലീഫത്തു 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 റസൂലില്ല. ഭരണാധികാരിന്റെ അടുത്ത് പോയിട്ട് പരാതി പറയുന്നതിനേക്കാൾ കൂടുതൽ ആരെ പേര് വിളിക്കണം സമയം പോണോ?
അപ്പൊ അതുകൊണ്ട് എന്താക്കി മൂപ്പര അതോട്ട് മാറ്റി. എന്നിട്ട് പറഞ്ഞു, ജനങ്ങൾക്ക് പൊതുവെ വിളിക്കാൻ ഒറ്റ നാമം മതി, അമീറുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ നേതാവ്. അതാണ് ഏറ്റവും നല്ല പേര്, അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവ്. അതാണ് പിന്നെ ചരിത്രത്തിൽ എല്ലാവരും അങ്ങനെ വിളിച്ചത്, അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ സ്ഥാനം ഏറ്റെടുത്ത് സുശക്തമായ, അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത് ഇന്ത്യ മഹാരാജ്യത്തിന് ഖലീഫ ഉമറിന്റെ ഭരണം കിട്ടണം. കാരണം അത്രമാത്രം സൂക്ഷ്മത പുലർത്തിയ ഭരണമായിരുന്നു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ഓടി വരുമ്പോ ചോദിച്ച്, അല്ല അമീറുൽ മുഅ്മിനീൻ എങ്ങോട്ടാ ഓടുന്നു വെച്ചു. അന്നേരം പറഞ്ഞു, ബൈത്തുൽ മാലിൽ നിന്നൊരൊട്ടകം അതിന്റെ കയറ് പൊട്ടിച്ചിട്ട് ഓടിയിട്ടുണ്ട്, അതിനെ പിടിക്കാനാ ഞാൻ ഓടുന്ന, അന്വേഷിച്ചോടാണെന്ന് പറഞ്ഞു. ബൈത്തുൽ മാലിലെ ഒരു ഒട്ടകണ്ടല്ലോ, അത് കയറ് പൊട്ടിച്ചോടി, അതിനെ പിടിക്കാനാണ് ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒരു മാതൃക ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ശേഷം വരുന്ന ഭരണാധികാരികൾ കുടുങ്ങിപ്പോകുമല്ലോ എന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, ഭരണാധികാരികൾ കുടുങ്ങുന്ന എനിക്ക് പ്രശ്നമല്ല അലി, എന്റെ പ്രശ്നം എന്താണെന്നറിയോ, അള്ളാന്റെ മുന്നിൽ ഈ ഒട്ടകത്തെ കുറിച്ച് ഞാൻ എന്താ പറയാന്നാ, റബ്ബിന്റെ മുന്നിൽ ഈ ഒട്ടകത്തെ കുറിച്ച് ഞാൻ എന്ത് പറയുമെന്ന പേടിയില്ല ഞാൻ ഈ ഒട്ടകത്തെ തിരക്കി നടക്കുന്നത്. അത് കിട്ടാണ്ട് നീ ഉറക്കൂല്ല, ഞാൻ ഉറങ്ങുകയും ചെയ്യില്ല. അല്ലെങ്കിൽ തന്നെ പറഞ്ഞു, ഞാൻ ഉറങ്ങലില്ല. രാത്രി ഉറങ്ങിയാൽ ഞാൻ എന്റെ ശരീരത്തെ നഷ്ടപ്പെടുത്തി, പകൽ ഉറങ്ങിയാൽ ഞാൻ എന്റെ പ്രജകളോടുള്ള ബാധ്യത നഷ്ടപ്പെടുത്തി. ഈ നഷ്ടപ്പെടുത്തുക എന്നതിന്റെ ഇടയിലാണ് ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അള്ളാഹുവിനോട് എനിക്ക് മറുപടി അറിയാനുണ്ടാവില്ല എന്ന് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു രാത്രി ഉറങ്ങാറില്ല, രാത്രി ഉറങ്ങൂല, പകലും ഉറങ്ങൂല. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, രാത്രി ഉറങ്ങൂല. അതുകൊണ്ടാണ് ഉമർ അള്ളാഹുവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ രാത്രി സംഭവിച്ചത് കാണാം. എന്തുകൊണ്ടാണെന്നറിയോ, വേഷം മാറി നടക്കുമായിരുന്നു ഉമർ അള്ളാഹുവിന്, ഇങ്ങനെ നടക്കുമായിരുന്നു. ഒരിക്കലും ഇങ്ങനെ നടക്കുമ്പോഴാണ് കുറെ നാടോടികളുണ്ടല്ലോ, എവിടെന്നോ വന്ന ടീം, ആ ടീം ഇങ്ങനെ എവിടെന്നോ വന്നിട്ട് അവിടെ താമസിച്ച ചേരി പ്രദേശത്ത് താമസിച്ച കുറെ ടീം, അവിടെ ഭയങ്കര കുട്ടികളെ വരച്ചല്, ചെറിയ കുട്ടികൾ, കുറെ കുട്ടികൾ ഇങ്ങനെ ഒന്നിച്ച് ഇങ്ങനെ കരയുന്നു. ഉമർ അള്ളാഹു രാത്രി ഇങ്ങനെ നടന്ന് പോയി. അപ്പൊ കരച്ചലോട് കരച്ചൽ തന്നെ. ഉമർ അള്ളാഹുവിനെ അടുത്ത് നോക്കുമ്പോ പെണ്ണുങ്ങളെല്ലാം കരയുന്ന കുട്ടിക്ക് ഇങ്ങനെ അടിച്ചിട്ട് പാട്ട് പാടി കൊടുക്കാന്നല്ലാണ്ട് ഈ ചെറിയ കുഞ്ഞുമക്കൾക്ക് മുല കൊടുക്കുന്നില്ല. ചെറിയ കുട്ടികൾക്ക് മുല കൊടുക്കണ്ടേ, പാല് കൊടുക്കണ്ടേ, എന്നാലും കുട്ടികൾ കരച്ചിലെടുത്തുക. അപ്പൊ ഇത് പാല് കൊടുക്കണില്ല, പെണ്ണുങ്ങളൊന്നും പാല് കൊടുക്കണില്ല. നമ്മൾ ഈ കാലത്തെ പെണ്ണുങ്ങൾ അതേ സ്വഭാവം. ഇപ്പം പെണ്ണുങ്ങൾ കൊടുക്കലില്ല, പിന്നെ കുപ്പിപ്പാല് മിൽമ കുപ്പിയെല്ലാം കയറ്റിയിട്ട് ഇങ്ങനെ അണ്ണാക്കിൽ താക്കലാണ്. കുട്ടികൾ ഇങ്ങനെ റീചാർജ് ചെയ്ത് കിടക്കും, ഞം 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 ഞം. ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് മതി, പണ്ടതൊന്നും ഇല്ലല്ലോ. അപ്പൊ കുട്ടികൾക്ക് മുല കൊടുക്കണില്ല. ഉമർ അള്ളാഹുവിന് സങ്കടമായിട്ട് പോയി ചോദിച്ചു, അല്ല പെണ്ണുങ്ങൾ, നിങ്ങൾ എന്ത് ദ്രോഹ ചെയ്യുന്നത്, നിങ്ങൾ ആ ചെറിയ പൊന്നു മക്കൾക്ക് മുല കൊടുക്കാതെ നിങ്ങൾ വെറുതെ അങ്ങനെ കരയിച്ചു വിടാണോന്ന്. അപ്പൊ പെണ്ണുങ്ങളെല്ലാം കൂടെ ഒന്നടങ്കം പറഞ്ഞു, മനുഷ്യ നിങ്ങൾക്ക് അതേ അറിയില്ല, എന്ത് ഈ നാട്ടിലെ അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ്, അയാൾ എന്ത് സാധനം എന്നാ, എന്ത് മുല കുടിക്കുന്ന കുട്ടികൾക്ക് റേഷൻ അരി തരൂലെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് മുല കുടിക്കുന്ന കുട്ടികൾക്ക് റേഷൻ അരിയില്ല, മുലകുടി നിർത്തിയ കുട്ടികൾക്ക് റേഷൻ അരിയുള്ളൂ എന്ന് ഉമർ ഫാറൂഖ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ കുട്ടിക്ക് മുല കൊടുക്കാണ്ടിരിക്കുന്നത്, മുലകുടി മാറ്റിയത്, മുലകുടി മാറ്റിയത്. അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കാണ്ടിരിക്കുന്ന എന്തിനാണെന്നറിയോ, ഞങ്ങളുടെ കുട്ടിക്ക് റേഷൻ അരി കിട്ടാൻ വേണ്ടിയാണ്. മുല കുടിക്കുന്ന കുട്ടികൾക്ക് റേഷൻ അരി കിട്ടൂല എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖിന്റെ പ്രഖ്യാപനം. മനുഷ്യ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ലേ ചോദിച്ച് ആരോട്, ഉമർ അള്ളാഹിനോട്. ഉമർ അള്ളാഹുവിനെ തിരിഞ്ഞു നിന്ന് ഇവരെ മുഖത്ത് നോക്കിയില്ല, അങ്ങോട്ട് നോക്കിയില്ല, തിരിഞ്ഞു നിന്നിട്ട് ഒറ്റ കരച്ചിലിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, അല്ലാ, കുഞ്ഞു മക്കളുടെ റേഷനരി മുട്ടിച്ചോനാണ് ഈ ഖത്താബിന്റെ മകൻ ഉമറെന്ന് ലോകം പറഞ്ഞാൽ ഉമർ തെറ്റുകാരനാവൂല പടച്ചോനെ. ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങളെ കുട്ടിക്കൊക്കെ റേഷനരി തരാൻ വേണ്ടി ഞാൻ ഉമറിനോട് പറയാ. ഉമറോട് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ കുട്ടിക്ക് മുല കുടിച്ചാലും റേഷനരി ഉണ്ടെന്ന് ഉമറിനോട് ഞാൻ പറയാ. അപ്പൊ പെണ്ണുങ്ങൾ പറഞ്ഞു, മനുഷ്യ നിങ്ങൾ പറയുന്ന സാധനമല്ല ഉമർ, ഒരു വല്ലാത്ത സാധന, അതൊരു ഭയങ്കര സാധനാണ്, അത് പറഞ്ഞു നിങ്ങൾ പറഞ്ഞാലൊന്നും കേൾക്കൂലാർന്നു. അപ്പൊ പറഞ്ഞു, നീതി എവിടെയുണ്ടോ ആ നീതി കേൾക്കാൻ ഉമർ ഖത്താബ് തയ്യാറാണ്. നിങ്ങൾ എല്ലാരും നാളെ ഉമറിന്റെ വീട്ടിലേക്ക് പോ, ഞാൻ അവിടെ ഉണ്ടാവും, നിങ്ങളെല്ലാം ഉമറിന്റെ വീട്ടിലേക്ക് വാ, നമുക്കൊന്ന് പറഞ്ഞു നോക്കാർ. അങ്ങനെ പിറ്റേന്ന് പെണ്ണുങ്ങൾ കുട്ടികളെയും മക്കളെയും തൊക്കിലിറക്കിയിട്ട് പോയി ഉമർലാന്റെ പുരയിലേക്ക്. അപ്പൊ ഉമർലാന്റെ മുറ്റത്ത് ഇങ്ങനെ പണിയെടുക്കാണ്, മുറ്റത്ത് പണിയെടുക്കുക, ആര് ഖലീഫ പണിയെടുക്കുക, ഈത്തപ്പന മരത്തിനെല്ലാം കൊത്തുക. അപ്പൊ പെണ്ണുങ്ങൾ പോയി ചോദിച്ചു, മനുഷ്യ, നിങ്ങൾ ഇന്നലെ രാത്രി പറഞ്ഞിട്ട് നമ്മൾ വന്നേ, അമീറുൽ മുഅ്മിനീൻ ഉമറിനൊന്ന് വിളിക്ക്. അപ്പോ തന്റെ കയ്യിലുള്ള തലയിൽ ഇങ്ങനെ ഒരു തുവാല കെട്ടിയിട്ടുണ്ടായിരുന്നു, അതെടുത്തിട്ട് ഇങ്ങനെ മുഖമൊക്കെ തോർത്തിനാ, വേർപ്പൊക്കെ തോർത്തിയിട്ട് അവിടെ വന്നിരുന്നു കോലായിലിരുന്നിട്ട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ പറയുന്ന ഖത്താബിന്റെ മകൻ ഉമർ ഞാനാണ്,
ആദ്യമൊക്കെ വിശ്വാസമായില്ല. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞ്, പണിക്കാരാ, ഞങ്ങൾ നിങ്ങളോടല്ല പറഞ്ഞത്, നിങ്ങളെ നേതാവിനെ വിളിക്ക്. അപ്പൊ പറഞ്ഞു, ഇവിടെ നേതാവും ഒരാളാണ്, തൊഴിലാളിയും ഒരാളാണ്, അനുയായികളും ഒരാളാണ്. നിങ്ങൾക്ക്, നിങ്ങളുടെ മക്കൾക്ക് മാത്രമല്ല, എല്ലാ മുല കുടിക്കുന്ന അറേബ്യയുടെ മക്കൾക്കും ഇനി റേഷൻ അരി നിർത്തൂല ഉമർ, എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ മുല കൂടി നിർത്തണ്ട, അവര് ആവശ്യമുള്ളത്ര 2 വയസ്സ് വരെ കുടിക്കുന്നത് കുടിക്കട്ടെ എന്ന് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു. ഇതാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. എല്ലാ രാത്രികളിലും സഞ്ചരിക്കുന്ന മഹാനായ ഒരു മനുഷ്യൻ, മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടും അറിഞ്ഞിട്ടുമുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ ആ സംഭവങ്ങളിലേക്ക് ഒന്നും കടക്കണില്ല. ആ സംഭവങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ചരിത്രത്തിലേക്ക് മാത്രം ശ്രദ്ധ തിരിച്ചത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കൊണ്ട് ലോകത്ത് സത്യസന്ധമായ ഭരണം നടത്തി. കാലം കുറച്ച് മുന്നോട്ട് പോയി. അവസാനം ഒരിക്കൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞു, നമുക്കൊന്ന് ഹജ്ജിന് പോകണമെന്ന്. ഹജ്ജിന് പോകാനുള്ള തയ്യാറെടുപ്പിലായി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട സഹാബികളെയും കൊണ്ട്, അനുയായികളെയും കൊണ്ട് ഹജ്ജിന് പുറപ്പെട്ടു. മക്കയിൽ വന്ന് ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒരു കാര്യം ചെയ്തു. വിശാലമായ മണൽപ്പരപ്പില് തന്റെ കയ്യിലുള്ള ഷാളെടുത്ത് ഷാള് വിരിച്ചു. ആ ഷാളിൽ മലർന്ന് കിടന്നിട്ട് മാനത്തേക്ക് നോക്കിയിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, ഉമറിന് വയസ്സ് കുറച്ചായല്ലോ പടച്ചോനെ, പ്രായമേറെയായി എന്റെ കാലവും കഴിഞ്ഞു, പാപി എന്റെ കാര്യമെന്താണെന്നതാരറിഞ്ഞു. പ്രാർത്ഥന നീരദനാണ് റാഹിമേ നീ കേൾക്ക്, ഉത്തമമാണെങ്കിൽ എന്റെ റൂഹിനെ പീഡിക്ക്. രക്തസാക്ഷിയാകണം ആ ഭാഗ്യം എന്നിലേത്തിടേണം, മുത്തുദൂതരെ മുന്നിൽ വേണം, ദുഃഖമെന്നിൽ തീർത്തിടേണം. റാസിഖായ അല്ലാഹ് ഗുണമേറ്റണേ നീ അല്ലാഹ്. പ്രായമേറെയായി എന്റെ കാലവും കഴിഞ്ഞു, പാപി എന്റെ കാര്യമെന്താണെന്നതാരറിഞ്ഞു. പ്രാർത്ഥന നീരദനാണ് റാഹിമേ നീ കേൾക്ക്, ഉത്തമമാണെങ്കിൽ എന്റെ റൂഹിനെ പീഡിക്ക്. ആ മണൽപ്പരപ്പിൽ വെച്ച് മലർന്നു കിടന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, ഉമറിന് പ്രായം ഏറിയല്ലോ പടച്ചോനെ. അള്ളാന്റെ നബിയും അബൂബക്കർ സിദ്ദീഖും ലോകം വിട്ട് വിട പറഞ്ഞ പ്രായത്തിലേക്ക് ഉമർ മടുക്കാൻ പോകല്ലേ. അതുകൊണ്ട് നിന്റെ റിളയ പോലെ എന്റെ ജീവിതത്തിൽ നീ പ്രവർത്തിക്കണം പടച്ചോനെ എന്ന് ദുആ ചെയ്തു. പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട് പടച്ചോനെ, എന്റെ മരണം പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നുറങ്ങുന്ന മണ്ണിലാവണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മദീനയുടെ പുറത്ത് വെച്ച് നീ എന്നെ മരിപ്പിക്കല്ല പടച്ചോനെ, മദീനക്കുള്ളിൽ വെച്ച് നീ എന്നെ റൂഹിനെ പിടിക്കണേ എന്ന് പറഞ്ഞു. അള്ളാഹു നമുക്കും ആ സൗഭാഗ്യം എത്തിച്ചു തരട്ടെ. മദീനത്തുനിന്ന് ഒരാൾ മരിച്ചാൽ അവൻ നരകത്ത് കിടക്കൂല എന്നൊരു ഹദീസുണ്ട്. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പോ മദീനയിൽ വെച്ച് എനിക്ക് മരിക്കണം പടച്ചോനെ, മദീനയുടെ പുറത്ത് നീ എന്നെ കൊണ്ടുപോയി മരിപ്പിക്കരുത്. എന്നിട്ട് ചാടി എന്നിട്ട് സംഘത്തോട് പറഞ്ഞു, വാ 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 നമുക്ക് പെട്ടെന്ന് പുറപ്പെടാൻ. ആ സംഘത്തിനോട് ഒരു കണക്ക് ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. ഈ ഹജ്ജ് യാത്രയിൽ ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ കൂടെ ഈ ഹജ്ജ് യാത്രയിൽ ബൈത്തുൽ മാലിൽ പൈസ എടുത്തിട്ട് വന്ന എത്ര പൈസ ചെലവായി ചോദിച്ചു. ഇപ്പൊ കണക്കെഴുത്തുകാരൻ കണക്കെല്ലാം കൂട്ടി പറഞ്ഞു 15 ദിർഹം ചെലവായിട്ടുണ്ട് പറഞ്ഞു. എത്ര? 15 ദിർഹം ചെലവായി. ഈ ആയിരക്കണക്കിന് മനുഷ്യന്മാർ മക്കത്ത് പോയി ഹജ്ജ് ചെയ്ത് തിരിച്ച് മദീനയിലേക്ക് വരുമ്പോൾ ആകെ ബൈത്തുൽ മാൽ ചെലവ് 15 ദിർഹമാണ്. അപ്പൊ അള്ളാഹു പറഞ്ഞു അത് കുറച്ച് കൂടിപ്പോയി. അതും കുറച്ച് 15 ദിർഹം കൂടിപ്പോയി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്നത്തെ ഹജ്ജ് ഉംറയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഞാൻ കൂടുതലൊന്നും പറയണില്ല, എല്ലാം തോന്നിയ പോലെ ഇപ്പോ. അപ്പോ അതും കുറച്ച് കൂടി നടന്നു. പക്ഷെ ഈ ദുആ കഴിഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇനി താമസമില്ലട്ടാ, പെട്ടെന്ന് മദീനത്തെത്തണം. പിന്നെ ബേജാറായി, ദുആർന്നിട്ടുണ്ട് പടച്ചവനോട് മദീനത്തെന്ന് മരിപ്പിക്കണോന്ന്. അതുകൊണ്ട് ഇനി പെട്ടെന്ന് മദീനത്തെത്തണം. അതുകൊണ്ട് എല്ലാവരും വേഗം വിട്ടോറ്. അങ്ങനെ മദീനയിലെത്തിയപ്പോ ഉമർ റളിയല്ലാഹു പിന്നെ എപ്പോഴും ഉമർ റളിയല്ലാഹു മദീനയുടെ പുറത്ത് പോകുമ്പോൾ, മദീനയുടെ പുറത്തേക്ക് പോകുമ്പോൾ ഉമർ റളിയല്ലാഹു ദ്വാരക്കും, പടച്ചോനെ എന്നെ മദീനത്ത് നീ മരിപ്പിക്കണേ അല്ലാഹ്. കാരണം മദീനയുടെ പുറത്ത് പോകുമ്പോൾ ദ്വാരക്കും. കാരണം മദീനയുടെ പുറത്ത് മരിച്ചാൽ ഉമർ ഇഷ്ടമല്ലത്. ഉമർ ഇഷ്ടം എന്താ? മദീനയുടെ അകത്ത് വെച്ച് മരിക്കണം. സൂറത്ത് മരിച്ച സ്ഥലം അവിടെ നിന്ന് മരിക്കണം എന്നാണ്.
അതുകൊണ്ട് മദീനയുടെ പുറത്ത് എപ്പോ പോകുന്നോ ദുആ ചെയ്യും. അങ്ങനെ ഭരണം നടത്തുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഒരു സംഭവം കൂടി ഞാൻ പറഞ്ഞിട്ട് ഉമർലാന്റെ വഫാത്തിലേക്ക് കടക്കാൻ പറ്റും, ഷഹീദിലേക്ക്. ഹിജ്റ 18 മദീന ഏറ്റവും കൂടുതൽ ക്ഷാമം പിടിച്ചത്. ചരിത്രത്തിൽ റമാദ എന്ന് അടയാളപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. മദീനയിൽ ഭക്ഷണധാന്യങ്ങളൊക്കെ പോയി. മഴ പെയ്യാത്തത് കൊണ്ട് ഈത്തപ്പന മരങ്ങൾ പോലും ഉണങ്ങി. മദീനത്തുകാർ മുഴുവൻ പട്ടിണി, മാസങ്ങളോളം പട്ടിണി കിടന്ന് തളർന്നു. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ അനുയായികൾ വിവരം ഓരോ സ്റ്റേറ്റുകളിലേക്ക് മറിച്ചു, ഈജിപ്തിലേക്ക്, സിറിയയിലേക്കൊക്കെ. അവരൊക്കെ ടൺ കണക്കിന് ഭക്ഷണവും ധാന്യവും മദീനയിലേക്ക് കൊടുത്തയച്ചു. മദീനയിൽ വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളൊക്കെ അങ്ങനെ പട്ടിണിയിലാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഈ സംഘം എത്തുമ്പോ അനുയായികളെയും കൂട്ടിയിട്ട് ഇത് വിതരണം നടത്തും. എന്ന് പറഞ്ഞാൽ അനുയായികളോട് അവിടെ കൊണ്ടുകൊടുക്കുന്നത്, അവിടെ നീ ഗോതമ്പ് എത്തിക്കുന്ന പറഞ്ഞാൽ അയാൾ ഗോതമ്പ് എടുത്തിട്ട് പോകുമ്പോൾ നെയ്യുമായിട്ട് ഉമർലാന്റെ ബേക്കലോടും, എന്നിട്ട് അവിടെ കൊണ്ടുകൊടുക്കും. അയാൾ തിരിച്ചതിന് മുമ്പ് ഇവിടെ വന്നിട്ട് അടുത്ത തോർത്ത് ഉമർലാൻ അടുത്ത വീട്ടിലേക്ക് കൊടുക്കും. ഇതാരാണെന്നറിയോ? ഖലീഫയാണ്, മനുഷ്യനാണ് പണിയെടുക്കുന്നത്. ഇലാഹിന്റെ പരീക്ഷണ കഥയൊന്ന് കേമം ഇതാ ചൊല്ലാം മദീനയിൽ പിടിപെട്ട ക്ഷാമം, ഇലാഹിന്റെ പരീക്ഷണ കഥയൊന്ന് കേമം. മണൽ കാട്ടിലായിരങ്ങൾ മരിച്ചെന്ന് വീണു, മനുഷ്യനെ വറുതിയിൽ മഹാരോഗം വാണു. ഇതാ ചൊല്ലാം മദീനയിൽ പിടിപെട്ട ക്ഷാമം, ഇലാഹിന്റെ പരീക്ഷണ കഥയൊന്ന് കേമം. അങ്ങനെ മദീനത്ത് കൊണ്ടുവരപ്പെട്ട സകല സമ്പത്തും മദീനത്തുകാരുടെ വീട്ടിലേക്ക് എത്തിച്ചു. എന്നിട്ട് പള്ളിയിൽ വന്ന് തളർന്നിങ്ങനെ ഇരുന്നു. തളർന്നിരുന്നപ്പോ തന്റെ അടിമയെ വിളിച്ചു, വാന്നു. അടിമനെ വിളിച്ചു. അടിമ ഓടി വന്നു. അമീറുൽ മുഅ്മിനീൻ എന്താന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ഈ മദീനത്തുകാരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന കൂട്ടത്തില് എന്റെ പൊരകാര്യം മറന്നുപോയിന്ന്. എന്റെ വീട്ടിന്റെ കാര്യം ഞാൻ മറന്നുപോയി. എന്റെ അടിമയെ 3 ദിവസമായി ഞാൻ എന്റെ പൊരയിൽ പോകാത്ത. ഈ മദീനത്തുകാർക്ക് 3 ദിവസമായി ഞാൻ ഭക്ഷണം വിതരണം നടത്തും. എന്റെ വീട്ടിലെ കുഞ്ഞുമക്കൾ കാത്തുക്കുന്നുണ്ടാവും, ഉപ്പ ഇപ്പൊ വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തെങ്കിലും ബാക്കിയുണ്ടോ ചോദിച്ചു. കാര്യം ഓർത്തതില്ല ഇത്ര നാളും പട്ടിണി നിവേദ്യം, കാത്തിരിക്കയാവുമെന്നെ കുഞ്ഞുമക്കൾ പോലും, കാണുകില്ല ഭക്ഷണത്തിൽ അംശലേശം പോലും. അതെ, യർഫ നീ ഒന്ന് വീട്ടിലേക്ക് പോ, എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോന്ന് വെച്ചു, എന്തെങ്കിലും ഇവിടെ ബാക്കിയുണ്ടോന്ന്. അപ്പൊ യർഫ പോയി നോക്കിയിട്ട് വന്നിട്ട് ഒരു സഞ്ചി ഇങ്ങനെ തൂക്കിയിട്ട് പറഞ്ഞു, ഇത് ഇനി ബാക്കിയുണ്ട് പറഞ്ഞു. ഇത് എന്ന് പറഞ്ഞാല് ആകെ കുറച്ചൊരു പെട്ടി ഗോതമ്പ് ബാക്കിയുണ്ട്. ഇതേ ഇനി ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ കൊടുത്തു തീർന്നു. എന്നാ അത് കൊണ്ടുവരും എന്റെ പൊരയെ കൊടുക്കുക. അപ്പോ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, പൊരയിൽ പട്ടിണിയായിരുന്നു, വിശന്ന് പൊരിഞ്ഞിട്ട ഞങ്ങളുടെ അവസ്ഥ. മദീനത്തെ ജനങ്ങൾക്കൊക്കെ ഉപ്പ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഗോതമ്പും നെയ്യൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ കാത്തിരുന്നു. ഉപ്പ എന്തായാലും ഒരു മക്കളെ മറന്നൂലല്ലോ, ഉപ്പ മക്കളെ മറക്കൂലല്ലോ, എന്തായാലും ഉപ്പ കൊടുത്തേക്കല്ലോ പ്രതീക്ഷിച്ച് രാത്രി വരെ ഞങ്ങൾ കാത്തിരിക്കും. രാത്രി ആയാല് വിശന്നിട്ട് ഞങ്ങൾ കിടന്നുറങ്ങും. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഉമ്മാന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കും. അപ്പൊ ഉമ്മ ചേർത്ത് പിടിച്ചിട്ട് കരഞ്ഞോണ്ട് പറയും, സാരമില്ല മക്കളെ, ഉപ്പ ജനങ്ങളെ കാര്യം നോക്കുമ്പോൾ മറന്നു പോയതാ, ഇന്ന് വരുമെന്ന്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസം വൈകുന്നേരം യർഫ വരുന്നുണ്ട്. നമ്മൾ അടിമയാണ്. യർഫ വരുമ്പോ ഞാൻ ഉമ്മാന്റെ അടുക്കൽ ഓടിപ്പോയിട്ട് പറഞ്ഞു, യർഫ വരുന്നുണ്ട്, എന്തോ സാധനം കൊണ്ടുവരുന്നുണ്ട്, പെട്ടെന്ന് നമുക്കത് ഉണ്ടാക്കിയിട്ട് തിന്നണം എന്ന് പറഞ്ഞു. ആകാംക്ഷയോടെ കാത്തിരിക്കാണ്. യർഫ ആകെ കൊണ്ടുവന്നത് ഒരു പിടി ഗോതമ്പായിരുന്നു. ആ ഗോതമ്പ് ഉമ്മാന്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ തന്നയച്ചതാണ്, ഒക്കെ തീർന്നു പോയി, ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് വെള്ളത്തിലിട്ട് കഞ്ഞിയാക്കിയിട്ട് ഉമ്മ എനിക്കും ബാക്കിയുള്ളവർക്കൊക്കെ തന്നു. ഞങ്ങളൊക്കെ അത് കുടിച്ചു. അതിന്റെ വെറും വെള്ളം കുടിച്ചു എന്റെ പ്രിയപ്പെട്ട മാതാവ്. ഒന്നുമില്ല വീട്ടിൽ. അപ്പോഴാണ് എന്റെ ബാപ്പ കയറി വരുന്നത്. ബാപ്പ കയറി വന്നു. തന്റെ കയ്യിലുള്ള ഒരു വല്ലിയെടുത്ത് നിലത്തിങ്ങനെ തട്ടി, ചരിത്രം പറയാണ്, നിലം തട്ടിയിട്ട് അവിടെ അങ്ങനെ ഇരുന്നു. എന്നിട്ട് ഭാര്യനെ വിളിച്ചു. അബ്ദുല്ലാഹി പറയാണ്, ഭാര്യനെ വിളിച്ചു, എന്റെ ഉമ്മാനെ വിളിച്ചു. എന്നിട്ട് വെച്ചു, പെണ്ണേ, ഞാൻ ഭക്ഷണങ്ങൾ കൊടുത്തയച്ചല്ലോ, കുറച്ച് കുറവാ ഉള്ളൂ, അതെനിക്കറിയാം. എല്ലാവർക്കും കൊടുത്തപ്പോ
നമുക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, അത് കഞ്ഞി വെച്ചോന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു അതാകെ അത്രയിലുള്ളൂ അമീർ മുഅ്മിനീൻ, അത് വെച്ചിട്ട് മക്കളൊക്കെ കുടിച്ചല്ലോ, വേറൊന്നുമില്ല, കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് ഞാനും കുടിച്ചു എന്ന് പറഞ്ഞു. നിങ്ങളൊന്നും കഴിച്ചില്ലേന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു ഏയ് ഒന്നും കഴിച്ചില്ല, ശരി ഇൻഷാ അല്ലാഹ് ഞാൻ അപ്പ വരാന്ന് പറഞ്ഞു. നേരെ പോയി ഇറങ്ങിയിട്ട് അഫ്സയുടെ വീട്ടിലേക്ക്, റളിയല്ലാഹു അൻഹു, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അഫ്സ ബീബിയുടെ, റസൂലുള്ളാഹിന്റെ ഭാര്യ, ഉമർ അള്ളാഹിന്റെ മോള്. നേരെ വീട്ടിൽ പോയി കയറി ഉമർ അള്ളാഹിന്റെ മോളെടുത്ത് പോയി ചോദിച്ചു, മോളെ ഭക്ഷണമൊക്കെ കിട്ടിയല്ലോ? കിട്ടി. അപ്പൊ പറഞ്ഞു പാപ്പ കൊടുത്തയച്ചത് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് എല്ലാവർക്കും ഭക്ഷണമൊക്കെ ആക്കി കൊടുത്തോ? കുട്ടികൾക്ക് കൊടുത്തോ? അൽഹംദുലില്ലാഹ് കുട്ടികളൊക്കെ കുടിച്ചു. അപ്പോ നീയോ? കുറച്ചുണ്ടായിരുന്നു, അത് ഞാനും കുടിച്ചു, തൽക്കാലം ഒരു ആശ്വാസമായി. പിന്നെ ബാപ്പ എന്തെങ്കിലും കുടിച്ചോ? അഫ്സബി ചോദിച്ചു. ഹേയ് സാരമില്ലാന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാനാണ് അഫ്സയുടെ വീട്ടിലേക്ക് പോയത്. അവിടെ ഒന്നും ഇല്ലാന്ന് മനസ്സിലായി. അപ്പൊ ബാപ്പ എന്തോ കഴിച്ചോന്ന് വെച്ചു. ഏയ് സാരില്ല മോളെ, നിങ്ങളൊക്കെ വിഷമം തീർന്നല്ലോ, ബാപ്പാക്ക് പ്രശ്നമൊന്നുമില്ല, ബാപ്പാൻ അല്ലാഹ് അങ്ങനെ കൊണ്ടുപോയിക്കോളും എന്ന് പറഞ്ഞിട്ട് എന്റെ ബാപ്പ പെങ്ങളെ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 3 ദിവസം ഞാൻ ഈ പട്ടിണി കിടന്നിട്ട് 3 ദിവസം ഞാൻ ഒന്നും കഴിച്ചില്ല, പച്ചവെള്ളം അല്ലാതെ. എപ്പാ കഴിക്കണത്? സുബൈക്ക് മുമ്പ് കഴിക്കും. എന്നിട്ട് ഭക്ഷണം കിട്ടിയാൽ കഴിക്കാമെന്ന വിശ്വാസത്തിൽ നിൽക്കുക, ഇല്ല എന്ന് കണ്ടാൽ നിയത്ത് മാറ്റും, സുന്നത്ത് നോമ്പാക്കും, പിന്നെ മഗ്‌രിബിന് കുറച്ച് പച്ചവെള്ളം കുടിക്കും. എന്നിട്ട് നാട്ടുകാർക്ക് മൊത്തം ഭക്ഷണം കൊടുത്തു. സ്വന്തം കുടുംബത്തിലേക്ക് കൊടുക്കാനോ സ്വന്തം ഒന്ന് കഴിക്കാനോ ഉമർ ഫാറൂഖിന് കഴിഞ്ഞില്ല എന്നതാണ് ലോകത്തെ മറ്റ് നേതാക്കന്മാരിൽ നിന്ന് ഈ മഹാമനുഷ്യനെ മാറ്റി നിർത്തിയത് എന്നതാണ് ചരിത്രത്തിന്റെ നിയോഗം. ആ ഉമർ റളിയല്ലാഹു അൻഹുവാണ് ഹജ്ജ് കഴിഞ്ഞ് ദുആ ചെയ്തിട്ട് മദീനയിൽ വന്നു. പിന്നെ മദീനയിൽ വന്നപ്പോൾ പിന്നെ വല്ലാത്തൊരു മരണത്തോടടുത്തോ എന്നൊരു സംശയം. ഒരിക്കൽ ഒരു ജൂത പണ്ഡിതൻ, അയാൾ ഒരു നവമുസ്ലിമാണ്, ഒരു പുതിയ മുസ്ലിമാണ്, ഒരു ജൂത പണ്ഡിതനാണ്. ആ മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അടുത്ത നേതാവിനെ നിശ്ചയിച്ചുകൊള്ളു, നിങ്ങളുടെ മരണം അടുത്തു എന്ന്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ മരണം അടുത്തു എന്ന് നീ എങ്ങനെയാ മനസ്സിലാക്കിയെന്ന് വെച്ചു. അന്നേരം പറഞ്ഞു, അത് വേദഗ്രന്ഥ തൗറാത്തിലുണ്ട്, തൗറാത്തിലുണ്ട് നിങ്ങളുടെ മരണം അടുത്തു എന്ന്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തൗറാത്തിലൊക്കെ ഉമറിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, തൗറാത്തിൽ ഉമറിന് പേരൊന്നുമില്ല, എന്നാൽ ഉമറിന്റെ മരണം അടുത്തു എന്ന് വേദഗ്രന്ഥത്തിലുണ്ട്. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ അയാളൊരു വേദ പണ്ഡിതനാണ്. അയാള് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ സ്ഥാനം ഏറ്റെടുത്ത ഘട്ടത്തിൽ ഒരുപാട് അവിശ്വാസികളായ ഭരണാധികാരികൾക്ക് ഭരണം നഷ്ടപ്പെട്ടു. പേർഷ്യൻ ചക്രവർത്തി ഹുർമൂസാൻ അടക്കം ഇവരൊരു ഗൂഢാലോചന നടത്തി. ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ വേദപണ്ഡിതൻ ഉമർ റളിയല്ലാഹു പറഞ്ഞത്. ഉമർ റളിയല്ലാഹു കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ആരൊക്കെ? അധികാരം നഷ്ടപ്പെട്ട ഒരുപാട് ഭരണാധികാരികൾ. ഹുർമൂസാൻ, പേർഷ്യൻ ചക്രവർത്തി ഹുർമൂസാനാണ് ആദ്യത്തെ നേതാവ്. അവരൊക്കെ കൂടി നടത്തിയ ഗൂഢാലോചനയാണ്. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് മുഗീറത്ത് ബിൻ ശുഅബയുടെ അടിമയായ റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായ അബൂലൂലു ഒരിക്കൽ വരുന്നത്. ഒരു പരാതിയും കൊണ്ട് വന്നതാണ്. അബൂലൂലു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, എനിക്കൊരു പരാതിയുണ്ട്. ഞാൻ മുഗീറത്ത് ബിൻ ശുഅബയുടെ അടിമയാണ്. എല്ലാ ദിവസവും 2 ദിർഹം മുഗീറത്തിന് ഞാൻ കൂലി കൊടുക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഞാൻ എനിക്കെല്ലാം പണി അറിയാം. പണിയെടുത്താൽ 2 റുപ്യ കൊടുക്കണം. ആർക്ക്? 2 ദിർഹം കൊടുക്കണം, നേതാവിന്, മുതലാളിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിനക്ക് എന്തൊക്കെ പണി അറിയാം? അപ്പം ഞാൻ ആശാരി പണിയെടുക്കും, ഞാൻ കൊല്ലന്റെ പണിയെടുക്കും, ഞാൻ ഏകദേശം എല്ലാ പണിയും എടുക്കാറുണ്ടെന്നാണ്. അപ്പം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരുപാട് പണി അറിയുന്ന നീ ഒരു ദിവസം 2 ദിർഹം മുതലാളിക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമൊന്നുള്ള കാര്യമൊന്നല്ല. എന്നാലും ഞാനൊന്ന് പറഞ്ഞിട്ട് കുറക്കാൻ നോക്കാം, നേതാവിനെ കണ്ടിട്ട് എന്റെ മുതലാളിനെ കണ്ടിട്ട് കുറക്കാൻ നോക്കാന്നാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂലൂലെ, നീ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് കറങ്ങുന്ന ആസൂൻ കല്ല് നിർമ്മിക്കലില്ലേ എന്ന് പറഞ്ഞാല് ഈ അരക്കുന്ന ആസൂൻ കല്ല്, അത് കാറ്റിന്റെ ഗതിക്കനുസരിച്ച് മുള കുത്തിയിട്ട് കാറ്റിന് കറങ്ങിയാല് അരി പൊടിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ അതുണ്ടാക്കി കിട്ടിയാല് അടിമകളെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അമീറുൽ മുഅ്മിനീൻ ചോദിച്ചു, അത് നീ ഉണ്ടാക്കാറുണ്ടല്ലോ, ഒരു ആസൂൻ കല്ല് എനിക്ക് ഉണ്ടാക്കി തരുമോ എന്ന് വെച്ചു. എന്റെ കാര്യത്തിൽ മാത്രം നീതി പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇറങ്ങി നടന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്തോ പെറുപെറുക്കുന്നുണ്ടല്ലോ? ഒന്നുമില്ല, നിങ്ങൾക്ക് ഞാൻ റാസൂൻ കല്ല് തയ്യാറാക്കാൻ പോവാണെന്ന്. അബൂലൂലു ആ യാസൂൻ കല്ലാണ് പിന്നെ മീസാൻ കല്ലായത്, അതാണ് നീശാൻ കല്ല്. എന്നിട്ട് അബൂലൂലു ഇറങ്ങിപ്പോയി. അന്ന് ഒരു സുപ്രഭാതത്തിൽ സുബഹി ബാങ്ക് കൊടുത്തു. ജനങ്ങൾ മുഴുവൻ പള്ളിയിലേക്ക് വന്നു. ജനങ്ങൾ മുഴുവൻ പള്ളിയിലെത്തി. ഇമാമത്ത് നിൽക്കേണ്ടത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അവർ കാത്തിരിക്കുകയായിരുന്നു. അന്ന് അല്പം ലൈറ്റായി അമീറുൽ മുഅ്മിനീൻ വീട്ടിൽ നിന്ന് സുന്നത്തൊക്കെ നിസ്കരിച്ച് നേരെ പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയിൽ സുന്നത്തൊക്കെ നിസ്കാരം കഴിഞ്ഞ് ജനങ്ങൾ അവിടെ ഇരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടതും എല്ലാവരും എഴുന്നേറ്റു. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇമാമ നിൽക്കാൻ വേണ്ടി മുന്നിലേക്ക് വരികയാണ്, മസ്ജിദ് നബവിയുടെ മിഹ്റാബിലേക്ക്.
മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള പ്രഗത്ഭരായ സഹാബികൾ മുന്നിലുണ്ട്. എല്ലാവരും മുന്നിലുണ്ട്. ഒന്നാം സഫ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ജമാഅത്ത് നിസ്കാരത്തിന് കൈകെട്ടുകയാണ്. അല്ലാഹു അക്ബർ. തന്റെ ജീവിതത്തിലെ അവസാന നിസ്കാരത്തിന് വേണ്ടി അല്ലാഹു അക്ബർ കൈകെട്ടുന്നു. മദീന പള്ളിയുടെ മിഹ്റാബ് നമുക്കറിയാം. ആ മിഹ്റാബിന്റെ ബാക്കിലൂടെ ആൾക്കാർക്ക് വരാം, ഇന്നും വരാം. അതുപോലെ തന്നെയാണ് അന്നത്തെ മിഹ്റാബും. അപ്പോ ആ മിഹ്റാബിന്റെ ബാക്കിലൂടെ നിസ്കാരം നടന്നുകൊണ്ടിരിക്കെ അമീറുൽ മുഅ്മിനീൻ ഇങ്ങനെ ഫാത്തിഹ കഴിഞ്ഞ് സൂറത്തിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോഴാണ് അബൂലു ഒരു ഇരുതല മൂർച്ചയുള്ള കടാര, രണ്ട് ഭാഗവും ഒരേ ഭാഗത്തിൽ മൂർച്ചയുള്ള ഒരു കടാരയാണ്. രണ്ട് ഭാഗവും ഒരേപോലെ മൂർച്ചയാണ്. അതിന്റെ തെല്ലൽപ്പം പിന്നോട്ട് വളഞ്ഞതാണ്. ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ കറക്കിയിട്ട് വലിക്കാൻ പറ്റിയ സൈസ് കടാരയാണ്. ആ കടാരയുമായി അബൂലു മിഹ്റാബിന്റെ ഭാഗത്തൂടെ വന്നു. സഹാബത്ത് മുഴുവൻ നിസ്കാരത്തിലാണ്. അതുകൊണ്ട് തന്നെ ആരും അത് ശ്രദ്ധിക്കൂല. നേരെ മിഹ്റാബിൽ നിൽക്കുന്ന മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ അബൂലു കടന്നു വന്നു. എന്നിട്ട് അഗ്നി ആരാധകനായ അബൂലു ഈ കടാര കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടിവയറ്റിൽ ഒരു കുത്തം കെട്ട് വെച്ചു കൊടുത്തു. കുത്തുക മാത്രമല്ല ചെയ്തത്, അങ്ങനെ തന്നെ വലിച്ചു കീറി ഈ പള്ളിങ്ങട്ട് കുത്തി വലിച്ചു. എന്നിട്ട് ആ കടാര കൊണ്ടവൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹീദ് സംഭവിച്ചതുകൊണ്ടാണ് മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്നാം സഫിൽ നിൽക്കുന്ന 7 പേരെ അബൂലു ആ പള്ളിക്കകത്ത്, മദീന പള്ളിക്കകത്ത് വെച്ച് വെട്ടിക്കൊന്നു. ഒന്നാം സഫിൽ നിൽക്കുന്ന നിരവധി പേർക്ക് ഇവന്റെ കുത്തേറ്റ് പരിക്കും. ഒരു സഹാബി അവന്റെ തലയിൽ മുണ്ടിട്ട് പിടിച്ച് വലിച്ചു മുറുക്കിയപ്പോ സ്വയം രക്ഷയ്ക്ക് വേണ്ടി അബൂലു കുത്തിമരിച്ചു. അത് വേറെ കഥ. എന്നാൽ 7 പേര് ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ വെട്ടിയിട്ട് ഓൺ ദി സ്പോട്ടിൽ വെട്ടുകിട്ടിട്ട് 7 പേര് ഷഹീദായിട്ടുണ്ട്. മദീന പള്ളിക്കകത്ത് രക്തസാക്ഷികളായിട്ടുണ്ട്. അമീറുൽ മുഅ്മിനീൻ ആണെങ്കിലോ ചോര അങ്ങ് ചാലിട്ടൊഴുകാൻ തുടങ്ങി. എവിടേക്കാ പോണത്? മദീന പള്ളിയുടെ മിഹ്റാബിലേക്കാണ് ചോര പോണത്. മുങ്ങിക്കുളിച്ചു കിടന്നു ശക്തനുമറപ്പോൾ വിങ്ങിക്കരഞ്ഞു. മുത്തു മറ്റുള്ളവർ വീണു പിടഞ്ഞു. രക്തത്തിൽ മുങ്ങിക്കുളിച്ചു കിടന്നു ശക്തനുമറപ്പോൾ വിങ്ങിക്കരഞ്ഞു. മുത്തു സഹാബത്തിൻ നിസ്കാരം തീർന്നു. മുത്തേറ്റ് മറ്റുള്ളവർ വീണു പിടഞ്ഞു. അതെ, ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരു കൈ കൊണ്ട് തന്റെ പള്ളങ്ങനെ പിടിച്ചിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രം പിടിച്ച് വലിച്ച് മുന്നോട്ട് നിർത്തി. എന്നിട്ട് ഒരു ഭാഗത്തേക്ക് ബോധമില്ലാതെ വീണുപോയി മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ബാക്കിയുള്ളവർക്ക് ആർക്കും സംഭവം അറിയില്ല. പക്ഷെ ഖിറാഅത്ത് മാറിയിട്ടുണ്ട്. അമീറുൽ മുഅ്മിനീന്റെ ഖിറാഅത്ത് അല്ല, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ ഖിറാഅത്ത് പിന്നെ കേൾക്കുന്നത്. ജനങ്ങൾ വളരെ പെട്ടെന്ന് നിസ്കാരമൊക്കെ പൂർത്തിയാക്കി നോക്കുമ്പോൾ ബോധമില്ലാണ്ട് കിടക്കുന്നു ആ മെഹ്റാബിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അതോടെ മദീനയാകെ വാർത്ത പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തേറ്റുവെന്ന്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ താങ്ങിയെടുത്ത് സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുപോയി. ചോര നിൽക്കുന്നില്ല, പള്ളങ്ങനെ കയറിയിട്ടുണ്ട്, ചോര നിൽക്കുന്നില്ല, കുടൽ പുറത്തേക്ക് വന്നു. അത് ഉള്ളിലേക്ക് തള്ളിയിട്ട് അവിടെ തുണി വെച്ചു കെട്ടി. ഒരു നല്ല വൈദ്യരെ കൊണ്ടുവന്നു. അയാൾ ആദ്യം നോക്കിയത് മുന്തിരിയുടെ നീര് കുടിപ്പിച്ച് നോക്കി. മുന്തിരിയുടെ നീര് കുടിപ്പിച്ചപ്പോ ഇതിലൂടെ കുടിച്ചപ്പോ ഇതിലേ പുറത്തേക്ക് വന്നു, നേരെ പുറത്തേക്ക് വന്നു, കുടൽ കയറിയിട്ട് പുറത്തേക്ക് വന്നു. അപ്പൊ അയാൾ പറഞ്ഞു അമീറുൽ മുഅ്മിനീൻ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. അയാളെ മാറ്റിയിട്ട് വേറൊരു വൈദ്യരെ കൊണ്ടുവന്നു. അയാൾ ആട്ടിന്റെ പാല് കുടിപ്പിച്ചു. അതെന്നെ സംഭവം, ഇതേ പുറത്തേക്ക് വന്നു. അയാളും പറഞ്ഞു അമീറുൽ മുഅ്മിനീൻ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്ന്. മദീന മുഴുവൻ ശോകമുഖമായ അന്തരീക്ഷമാണ്. കുത്തേറ്റ് വീണ് കിടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ ജനങ്ങൾ ഒഴുകിയെത്താൻ തുടങ്ങി. അമീറുൽ മുഅ്മിനീന് ബോധമില്ല, ഒറ്റ കിടപ്പാണ്, ബോധം തെളിയുന്നില്ല. എല്ലാവരും കാണാൻ വന്നിരിക്കുന്ന കൂട്ടത്തിൽ അബ്ദുല്ലാഹിബ്നു റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച്, അലിയല്ലാഹു അൻഹു അതിബുദ്ധിമാനാണ്, അലി റളിയല്ലാഹു വിളിച്ചിട്ട് പറഞ്ഞു, അലിയാരെ ബാപ്പ ഉണരുന്നില്ലല്ലോ, എന്തെങ്കിലും വസിയത്തോ പറയാനോ ഉണ്ടെങ്കിൽ ഉണരണ്ടേ, ബോധമില്ലല്ലോ, എന്താ ചെയ്യാന്ന് വെച്ചു. മഹാനായ അലി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ പറഞ്ഞു, ഇനി ബാപ്പാനെ എങ്ങനെ വിളിച്ചാലും ഉണരൂല, ഒറ്റ കാര്യം പറഞ്ഞാൽ മതി ബാപ്പാന്റെ ചെവിയിൽ, അസ്സലാ അസ്സലാ എന്ന് പറ, നിസ്കാരം നിസ്കാരം എന്ന് പറ. നിസ്കാരം എന്ന് കേട്ടാൽ നിന്റെ ഉപ്പ റൂഹ് ഉള്ളിലുണ്ടെങ്കിൽ എഴുന്നേക്കുന്നു, റൂഹ് ഉള്ളിലുണ്ടെങ്കിൽ നിന്റെ ബാപ്പ ഉണരും, നിസ്കാരം എന്ന് കേട്ടാൽ ചോളും പറഞ്ഞു. കുത്തേറ്റ് ബോധമില്ലാതെ കിടക്കുന്ന, രക്തം വാർന്നൊഴുകി കിടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ പോയിട്ട് അബ്ദുല്ലാഹിബ്നു ഉമർ പറഞ്ഞു, യാ അബീ അസ്സലാ, നിസ്കാരം എന്ന് പറഞ്ഞു. ഇപ്പൊ അങ്ങോട്ട് ഞെട്ടി കണ്ണ് തുറന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളോടാ നിസ്കാരം എന്ന് പറഞ്ഞെങ്കിൽ ഉള്ള ബോധം എപ്പം പോയി എന്ന് വെച്ചാൽ മതി. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അസ്സലാ ഇതങ്ങ് പറഞ്ഞപ്പോ ഞെട്ടി കണ്ണ് തുറന്നു. അബ്ദുല്ലാഹിബ്നു റളിയല്ലാഹു അൻഹു മുഖത്ത് നോക്കിയിട്ട് ആദ്യത്തെ ചോദ്യം, മോനെ സുബഹി നിസ്കരിക്കുമ്പോ ഉപ്പാക്ക് കുത്തേറ്റത് നിസ്കാരം പൂർത്തിയാക്കിയിട്ടില്ലേ? അല്ല അമീറുൽ മുഅ്മിനീൻ, ഞാൻ വീണപ്പോ നിസ്കാരം ഒഴിവാക്കി ഞങ്ങള്. അപ്പം പറഞ്ഞില്ല, അങ്ങ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പിടിച്ച് മുന്നിൽ നിർത്തിയില്ലേ, ഞങ്ങൾ നിസ്കാരം പൂർത്തിയാക്കിയിട്ടുണ്ട്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, അതാ വേണ്ടത്, അള്ളാഹ്ക്കുള്ള നിസ്കാരം നിങ്ങൾ പൂർത്തിയാക്കണം, അതന്നെയാ വാപ്പാക്കും വേണ്ടത്. എന്നിട്ട് പറഞ്ഞു, മോനെ
ബാപ്പാനെ കുറിച്ച് എനിക്കറിയാലോ. ബാപ്പാനെ അപ്പൊ അബ്ദുല്ലാഹിബ്നു ഉമറിന്റെ മടിയിലാണ് തല ഉള്ളത്. അങ്ങനെ ഇരുന്നിട്ട് തല മടിയിലെടുത്ത് വെച്ചിട്ടാണ്. അപ്പൊ വൈദ്യര് പറഞ്ഞതാണ് അങ്ങനെ നേരെ കിടത്തല്ല, തല കുറച്ച് പൊക്കി വെക്കെന്ന് പറഞ്ഞതാ. അങ്ങനെ കിടത്തിയ മടിയിൽ. അപ്പൊ പറഞ്ഞു, മോനെ തല ഒന്ന് നിലത്ത് വെച്ച് തരുമോ ചോദിച്ചു. എന്റെ തലയൊന്ന് നിലത്ത് വെച്ച് തരുമോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ബാപ്പ വൈദ്യര് പറഞ്ഞിട്ട് എങ്ങനെ കിടക്കണമെന്ന്. അള്ളാനേക്കാൾ വല്ല വൈദ്യനില്ല മോനെ, ബാപ്പാന്റെ തലയൊന്ന് നിലത്ത് വെക്കുക. അപ്പൊ എങ്ങനെ നിലത്ത് അറിയോ? ഒരു പായ എങ്ങനെ വിരിച്ചിട്ട് ചരിത്രം പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലും നിലത്താ ഉള്ളത്, തലയും നിലത്താ ഉള്ളത്. കാലും നിലത്താ ഉള്ളത്, തലയും നിലത്താ ഉള്ളത്. ശരീരം മാത്രം ഈ ചുമല് ഭാഗം മുതൽ നെരിയാടി വരെയുള്ള ഭാഗം മാത്രം കൊള്ളാനുള്ള ഒരു കീറപ്പായ ആ പുരയിലുള്ളൂ. രാജ്യം ഭരിച്ച നേതാവിന്റെ വീട്ടില് ഒരു പായ മാത്രം. ആ പായല അമീറുൽ കിടക്കണത്. അപ്പൊ തല നിലത്ത് വെച്ച മണ്ണാകൂന്ന് പറഞ്ഞു. അബ്ദുല്ലാഹിബ്നു റളിയല്ലാഹു പറഞ്ഞ മണ്ണാകുമല്ലോ വാപ്പാ. സാരമില്ല മോനെ, മണ്ണിലേക്കല്ലേ വാപ്പാക്ക പോണ്ടത്. തല താഴ്ത്തി വെക്കുക. തല താഴ്ത്തി വെച്ചു. താഴ്ത്തി മണ്ണിൽ വെച്ചപ്പോ ഈ തല അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചു, രണ്ട് ഭാഗത്തേക്ക് ചെരിച്ചു. ഇപ്പൊ ഈ താടിയിൽ ഇങ്ങനെ മണ്ണ് വരണം. പൊരന്റെ ഉള്ളിലെ മണ്ണ്, പൊരയിലെ മണ്ണാ പറഞ്ഞത്, പൊരന്റെ ഉള്ളിലെ മണ്ണാ പറഞ്ഞത്, പൂഴിയാ പറയുന്നത്, മൊസൈക്കും മാർബിളും അല്ല. ആ മണ്ണിങ്ങനെ താടിയിൽ പൊരണ്ടപ്പോ കരഞ്ഞോണ്ട് പറഞ്ഞു, പടച്ചോനെ ഉമറിന്റെ ഒരു അവസ്ഥ നീ കണ്ടല്ലോ അല്ലാ. പടച്ചോനെ നിന്റെ ദളിയദാസനായ ഉമറിന്റെ അവസ്ഥ നീ കണ്ടല്ലോ പടച്ചോനെ. ഈ ഒരവസ്ഥ കണ്ടിട്ടെങ്കിൽ നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. എന്റെ റസൂലുള്ളാഹിന്റെ കൂടെ എന്നെ സ്വർഗത്തിലാക്കണേ അല്ലാ. ഈ ഒരു അവസ്ഥ കണ്ടിട്ടെങ്കിൽ. ഏതവസ്ഥ? ആരായി പറയണേ? ആരാണ് ഈ പറയണത്? ആ മനുഷ്യന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മൾ നന്നാക്കി തരട്ടെ. ആ മനുഷ്യനാ പറയുന്നത്, എന്റെ അവസ്ഥ നീ കണ്ടില്ല പടച്ചോനെ, ഈ ഒരു അവസ്ഥ കണ്ടിട്ടെങ്കിലും നീ എനിക്ക് സ്വർഗം തരണം, എന്റെ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിലാക്കണേ. എന്നിട്ട് മോനോട് പറഞ്ഞു, അബ്ദുല്ലാ ബാപ്പാക്ക് കുറച്ച് കടമുണ്ട്. 86,000 ദിർഹം കടക്കാരനാണ് രാജ്യം ഭരിക്കുന്ന ഖലീഫ. 86,000 കോടികൾ ബാലൻസ് വെച്ചിട്ട് ആധുനിക ലോകത്തിന്റെ രാജാക്കന്മാരും മന്ത്രിമാരും മരിച്ചു പോകുന്നു. 86,000 ദിർഹം കടക്കാരനായ അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, മോനെ ഉപ്പാന്റെ കടം വീട്ടാൻ ഖുറൈശി ഗോത്രത്തിനോട് ചോദിക്കും, നമ്മൾ കുടുംബത്തോട്. അവർ തന്നില്ലെങ്കിൽ ഈ വീട് വിറ്റിട്ട് കടം വീട്ട, ഇത് മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന് ദാറുൽ ഖലാ എന്ന് പിന്നീട് പേര് കിട്ടിയത്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ വീട് വിറ്റിട്ട് കാശ് ഉസ്മാൻ റളിയല്ലാഹുവിലേക്ക് കൊണ്ടുകൊടുത്ത് കടം വീട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറഞ്ഞു, ബാപ്പാക്ക് ഒരു വലിയ പ്രയാസമുണ്ട്. എന്താ ഉപ്പാന്ന് വെച്ചു, നീ ഒന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പോകണം, ഉമ്മുൽ മുഅ്മിനീന്റെ വീട്ടിൽ പോകണം. ഉപ്പാന്റെ ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമാണ്. എന്താന്ന് വെച്ചു, ആ റൗദാ ഷരീഫിൽ ഒരു സ്ഥലം ബാക്കിയുണ്ട്. ആടെ എന്റെ പ്രിയപ്പെട്ട 2 കൂട്ടുകാർ കിടക്കുന്നുണ്ട്. ആ സ്ഥാനത്തൊരു സ്ഥലം തരുമോ എന്ന് ആയിഷയോട് ചോദിക്കണം. കാരണം ആയിഷ ബീബിന്റെ വീടാണ്. ആയിഷ ബീബിയോട് സംബന്ധം ചോദിക്കാൻ എന്റെ മോനത് പോയിട്ട് വരുമോ? അബ്ദുല്ലാഹിബ്നു റളിയല്ലാഹു അൻഹു കരഞ്ഞോണ്ട് പോയി ആയിഷ ബീബിയുടെ വീട്ടിലേക്ക്. ആ വീട്ടിന്റെ മുറ്റത്തെത്തുമ്പോ അകത്തുനിന്ന് ആയിഷ ബീബി തേങ്ങിക്കറിയണത് പുറത്തുനിന്ന് കേട്ടു. അബ്ദുല്ലാഹിബ്നു റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബിനെ കുത്തേറ്റിട്ട് സങ്കടം കൊണ്ട് ആയിഷ ബീബി കരയായിരുന്നു. അപ്പം മെല്ലെ വന്നിട്ട് വാതിലിന്റെ അടുത്ത് വന്നിട്ട് സലാം പറഞ്ഞു. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പരിശുദ്ധമതി മഹദി ആയിഷ ബീബിയോട് പറഞ്ഞു, ഞാൻ ഖത്താബിന്റെ മകൻ ഉമറിന്റെ മോനാണ്, അബ്ദുള്ളയാണ്, എനിക്കൊരു സങ്കടം പറയാനുണ്ട്. കത്തുന്ന കൽബുമായി എത്തി ഇബ്നു ഉമർ കഥനവുമായി ഖാതിബുൽ അംബിയ സൗജത്തിൻ മുന്നിലായി. ആയിഷ ദേവി എന്റുപ്പാന്റെ കാര്യമാണ്, അവരത മണ്ണിൽ ചോരയിൽ മുങ്ങി കുളിച്ചു കീഴപ്പിലാണ്. ആശയുണ്ടാറടി മണ്ണൊന്ന് കിട്ടാനായി തിരുനബിചാരെ അബൂബക്കർ ഒന്നിച്ച മണ്ണിൽ കീഴത്താനായി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹിബ്നു റളിയല്ലാഹു അൻഹു പോയി ആയിഷ ബീബിയോട് പറഞ്ഞു, ഉപ്പാക്ക് ഒരു സങ്കടം ഉണ്ട്, അത് അറിയിക്കാൻ വന്നതാ. എന്താ? ഉപ്പാക്ക് നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് 2 പേര് കിടക്കുന്നുണ്ട്, അതിന്റെ അടുത്തൊരു സ്ഥലം തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. മരിച്ചു കിടക്കാൻ അവിടെ കിടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആയിഷ ബീബി കരഞ്ഞോട് പറഞ്ഞു, മോനെ അതെനിക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയ സ്ഥലമാണ്. എന്റെ ബാപ്പയും എന്റെ ഭർത്താവോ കിടക്കുന്നത്, അതിന്റെ കൂടെ കിടക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ ആ 2 പേര് കിടക്കുന്നിടത്ത് അവരുടെ നിഴലായി നടന്ന 3-മൻ കിടക്കാൻ ആഗ്രഹിച്ചാൽ അവിടെ ഉമറിന് കിടക്കാൻ ഏറ്റവും നല്ലത് ആയിഷയേക്കാൾ ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് ഞാനത് സമ്മതിച്ചിട്ടുണ്ടെന്ന് പോയിട്ട് പറയാന്നു. അപ്പൊ ഈ കടന്ന കിടപ്പിൽ ഉമർലാൻ ഇടക്കിടക്ക് ചോദിക്കുമായിരുന്നു, അബ്ദുള്ള വന്നോ, വിവരം കിട്ടിയോന്ന് ചോദിക്കും. അപ്പൊ ആരോ പറഞ്ഞു,
എന്തോ നല്ല സംതൃപ്തിയിലാണ് വരുന്നത്. ആയിഷ ബീവി സമ്മതിച്ചു എന്നാ തോന്നുന്നു. അടുത്ത് വന്ന് ബാപ്പാനോട് പറഞ്ഞു, ബാപ്പ ഉമ്മുൽ മുഅ്മിനീൻ സമ്മതിച്ചിട്ടുണ്ട് റൗദ ഷരീഫിന്റെ ഉള്ളിൽ കിടക്കാൻ വേണ്ടിയെന്ന്. അപ്പൊ പറഞ്ഞു, മോനെ ബാപ്പ മരിച്ചാല് മയ്യത്ത് കൊണ്ടുപോയിട്ട് അവിടെ വെക്കുക, ഉള്ളിൽ കയറ്റരുത്. എന്നിട്ട് ഒന്നുകൂടി ചോദിക്കുക, അമീറുൽ മുഅ്മിനീൻ എന്ന വചനം പറയാൻ പാടില്ല, കാരണം ഞാൻ അമീറുൽ മുഅ്മിനീൻ അല്ല. അതുകൊണ്ട് മുന്നിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് ചോദിക്കുക, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എളിയ ദാസൻ ഉമർ വന്നിട്ടുണ്ട്, ഉമറിന് അകത്തോട്ട് കിടക്കാൻ സമ്മതമാണോ എന്ന് ചോദിക്കുക. എന്നിട്ട് സമ്മതിച്ചാലേ എന്റെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കാവില്ലെങ്കിൽ ജന്നത്തുൽ ബഖീൽ കബറടക്കാൻ മതി, പൊതുശ്മശാനത്തിൽ. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹുവിനോട് പറഞ്ഞു, മോനെ എന്റെ ചുറ്റും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോ ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ചുറ്റും നിൽക്കുന്നുണ്ട്, ഒടുക്കത്തൊരു കെട്ടാണ്, അമീറുൽ മുഅ്മിനീന്റെ അടുക്കൽ ഇങ്ങനെ നിൽക്കാൻ. അപ്പൊ പറഞ്ഞു, മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് വഫാത്താകുന്ന ഘട്ടത്തിൽ നിങ്ങളെ നേതാവാക്കിയിട്ടാ പോയത്, അതുകൊണ്ട് നിങ്ങളൊരു നേതാവിനെ പറഞ്ഞു തന്നിട്ട് ഞങ്ങൾക്ക് പ്രശ്നം തീർത്തേണ്ടതാണ്. അന്നേരം പറഞ്ഞു, അബൂ ഉബൈദ അമീനുൽ ഉമ്മ, റസൂൽ പറഞ്ഞിട്ടുണ്ട് വിശ്വസ്തനാണ് എന്ന്. ആ മനുഷ്യൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ഞാൻ നേതാവാക്കുമായിരുന്നു. സാലിം ഉണ്ടെങ്കിലോ, സാലിം റളിയല്ലാഹു അൻഹു ഉണ്ടെങ്കിൽ യമാമയിൽ സാലിം റളിയല്ലാഹു അൻഹു ഉണ്ടെങ്കിൽ യമാമ യുദ്ധകാലത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് യമാമ യുദ്ധകാലത്ത് ഷഹീദായ മനുഷ്യനാണ്. സാലിം റളിയല്ലാഹു ഉണ്ടെങ്കിൽ ഞാൻ സാലിമിനെ നേതാവാക്കും. കാരണം സാലിമിനെ കുറിച്ച് പുണ്യനബി പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അള്ളാഹ് ചോദിച്ചാൽ ഞാൻ ആ കാരണം പറയുമായിരുന്നു, പക്ഷെ രണ്ടുപേരുമില്ല. അതുകൊണ്ട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അവരെ കൊണ്ടുവന്നു. അവരോട് പറഞ്ഞു, ഈ സമുദായത്തെ നയിക്കാൻ പ്രാപ്തർ നിങ്ങൾ എല്ലാവരും പ്രാപ്തരാണ്, അതുകൊണ്ട് എനിക്ക് ശേഷം നിങ്ങളിൽ ഒരാള് അധികാരം ഏറ്റെടുക്കണം, ജനങ്ങളെ നന്നായി ഭരിക്കണം. അവരോട് വസിയത്ത് നടത്തിയിട്ട് മോനോട് പറഞ്ഞു, മോനെ എന്റെ തലയൊന്ന് അല്പം പൊക്കിപ്പിടിക്കണം, പൊക്കാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ബാപ്പ ചോര പുറത്തേക്ക് പോകുന്നു. സാരമില്ല, എന്റെ തലയൊന്ന് പൊക്കിപ്പിടിച്ചോളൂ, എനിക്ക് അവസാന വട്ടം എല്ലാവരും ഒന്ന് കാണണ്ടേന്ന്. അങ്ങനെ തല അങ്ങനെ പൊക്കി ലേശം ഒന്ന് ചെരിക്കാൻ പറഞ്ഞു. വലതു ഭാഗത്തേക്ക് ചെരിച്ചു. വലഭാഗത്ത് നിൽക്കുന്നവരെ കണ്ടു, മെല്ലെ സലാം പറഞ്ഞു. നേരെ മുന്നിലുള്ളവരോട് സലാം പറഞ്ഞു. ഇടതുഭാഗത്തുള്ളവരെയും കണ്ടു, സലാം പറഞ്ഞു. 3 പേരോട് സലാം പറഞ്ഞിട്ട് പറഞ്ഞു, എന്റെ പരലോക വിജയത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് മണ്ണിലേക്ക് കടത്തി. അവിടെ വെച്ച് ഉമറുൽ ഫാറൂഖ് കണ്ണടച്ചു. മകളേറെയുള്ളവർ സയ്യിദുമർ റളിയല്ലാഹു പുളഞ്ഞവർ വേവലാദികൾ തീർത്തവർ മേമകളേറെ ഉള്ളവർ സയ്യിദുമർ റളിയല്ലാഹു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ അവിടെ കടന്ന് ഈ ലോകം വിട്ട് വിട പറഞ്ഞു. ആ മഹാമനീഷിയുടെ വിശുദ്ധമായ ശരീരം കുളിപ്പിച്ച് കഫംപടവ ധരിപ്പിച്ച് ജന്നത്തുൽ ബഖീന്റെ ഭാഗത്തുകൂടെ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ വീട്ടിന്റെ മുറ്റത്ത് വെച്ചിട്ട് അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട പിതാവ് റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരൻ ഉമറിന്റെ മയ്യത്താണ് ഉമ്മുൽ മുഅ്മിനീൻ നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത്, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അകത്തോട്ട് കടത്താൻ പറഞ്ഞിട്ടുണ്ടെന്ന്. കരഞ്ഞുകൊണ്ട് വീട്ടിന്റെ അകത്തുനിന്ന് മാറി നിന്നു. തന്റെ ബാപ്പാന്റെയും തന്റെ ഭർത്താവിന്റെയും അടുക്ക് ചാരി നിൽക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മാറി നിന്നു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അവിടെ സ്ഥലമൊരുക്കാൻ. അങ്ങനെ റൗദ ഷരീഫിൽ റസൂലുള്ളാഹിന്റെ ചുമലിൽ നിന്ന് താഴേക്കാണ് അബൂബക്കർ സിദ്ദീഖിന്റെ ഖബറെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിൽ നിന്ന് താഴേക്ക് കുഴിച്ചതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ. ആ ഖബറിലേക്ക് മഹാനായ പരിശുദ്ധനായ ഒരു മനുഷ്യനെ കൊണ്ടുപോയി കിടത്തി. അങ്ങനെ ജീവിതത്തിൽ ഞാനും അബൂബക്കറും ഉമറും ഒരുമിച്ചുണ്ടാവും, മരണത്തിൽ ഞാനും അബൂബക്കറും ഉമറും ഒരുമിച്ചാ കിടക്കുക, സ്വർഗത്തിൽ ഞാനും അബൂബക്കറും ഉമറും ഒരുമിച്ചാ ഉണ്ടാവുക. ഇത് പറഞ്ഞു പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ അള്ളാഹു സാധിപ്പിച്ചു. ജീവിതത്തെ അവർ ഒന്നിച്ചു നടന്നു, മരിച്ചു കിടക്കുമ്പോഴും ഖിയാമത്ത് നാൾ വരെ ഒന്നിച്ചു കിടക്കുന്നു, സ്വർഗ്ഗലോകത്തിലും അവർ ഒന്നിച്ചു തന്നെ ഉണ്ടാവും എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്. ആ പ്രവചനത്തെ സാക്ഷാത്കരിക്കുമാർ റൗദ ഷരീഫ് എന്ന വിശുദ്ധമായ ഉജ്റത്ത് ഷരീഫിനകത്ത് അള്ളാഹു സൃഷ്ടിച്ച ലോകത്തെ അനുഗ്രഹീത വ്യക്തിത്വങ്ങളിൽ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും
മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒന്നിച്ച് കിടക്കുന്നു. ആ മഹാനുഭാവന്മാരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു ഹൈറാക്കി തരട്ടെ. അതുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട് ഈ ഉദ്ദേശം വെച്ചിട്ട് ഇവിടെ സംഭാവന നൽകി ദുആ ചെയ്യാൻ പറഞ്ഞ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ലിസ്റ്റ് വായിക്കണമെന്നില്ല, എല്ലാ ഉദ്ദേശവും അള്ളാഹ്ക്ക് അറിയുന്നതാണ്. അള്ളാഹു എല്ലാം പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ അള്ളാഹു ഐശ്വര്യം നൽകട്ടെ. മരിക്കുന്ന ഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്കും കുടുംബത്തിനും ഭാഗ്യം നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചു കഴിഞ്ഞാൽ ചെന്ന് കിടക്കുന്ന ഖബറിന്റെ അകത്ത ഭയാനകരമായ ഇരുട്ടിൽ അള്ളാഹു നമ്മൾ ഇപ്പൊ ചൊല്ലുന്ന സ്വലാത്ത് പ്രകാശമാക്കി എത്തിച്ചു തരട്ടെ. ബിഫദ്ലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ കാണാൻ അള്ളാഹു നമുക്ക് വീണ്ടും സാധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിടാം.